നിർത്തടാ. നിന്റെ പേരെന്താ? ബാലമുരളി. നിന്റെ പേരോ? വെങ്കട്ട. നിന്റെ ഏട്ടന്റെ പേര്? സോമനാഥ്. ഗിയറുള്ള വണ്ടിയിൽ ക്ലച്ച് പിടിച്ച് ഗിയർ മാറ്റി സമയം നിർത്തേ. നിന്റെ പേരെന്താ? ശിവകുമാരൻ. നിന്റെയോടെ? ഗണേശ് എന്നാ, പക്ഷെ എല്ലാവരും ഡൗട്ട് എന്നാ വിളിക്കുന്നത്. നിന്റെ ഏട്ടന്റെ പേരെന്താ? നാഗരാജൻ എന്നാ. എവിടെയാ ജോലി ചെയ്യുന്നത്? മൈൻസിൽ ഏടിയായിട്ട് വർക്ക്. നിന്റെ ഏട്ടനായിരുന്നല്ലടാ. അയ്യോ, എന്നെ എന്തിനാ അടിച്ചേ? ഞാനെന്ത് തെറ്റാ ചെയ്തേ? എന്താണ് നിനക്കൊരു വിക്കല്? ഏട്ടാ, ഇവന് ലൈറ്റായിട്ട് വിഷമം വന്ന വിക്ക് വരാറുണ്ട്. ബേസിക്കായിട്ട് ചെറുപ്പം തൊട്ട് ഇവൻ വിക്കനാ. നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. എന്നാ നിന്റെ ഏട്ടൻ ആ സഹതാപം എന്നോട് കാണിച്ചില്ലല്ലോ. നിന്റെ ചേട്ടൻ എന്താടാ ഇവിടുത്തെ വലിയ ഹരിചന്ദ്രനാണെന്നുള്ള വിചാരമാണോ? ഞാൻ 4 ലോറി സ്വന്തമായിട്ട് വാങ്ങിച്ച് ക്വാറിയിൽ നിന്ന് കല്ലടിച്ചോണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു പരനാറി കംപ്ലൈന്റ് ചെയ്തു വെച്ച് എന്റെ എല്ലാ ലോറിയും അങ്ങ് സീസ് ചെയ്തു. എന്തെങ്കിലും കിമ്പളം കൊടുത്ത് ഒതുക്കാന്ന് പറഞ്ഞ് ഞാൻ ഓഫീസിൽ നേരിട്ട് ചെന്നപ്പോ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന്. വെരി ഡേഞ്ചറസ് ഫെല്ലോ. എനിക്കൊരു ഡൗട്ട്. എന്താടാ? ഇവന്റെ ചേട്ടൻ സീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്റെ ചേട്ടനല്ലേ പോയി അടിക്കേണ്ടത്? ഇവന്റെ ചേട്ടൻ വലിയ ഓഫീസറല്ലേ. അവന്റെ ദേഹത്ത് ഞാൻ കൈവച്ച അറ്റംപ്റ്റ് മർഡർ ആയിട്ട് 10 വർഷം ഞാൻ അകത്ത് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവനെ അടിച്ചത്. നിന്റെ ചേട്ടനോട് പോയി പറഞ്ഞേക്ക്. പോടാ പോടാ. എങ്ങോട്ടാടാ പോന്നെ? ഹോൾസെയിൽ കടയിൽ. അങ്ങോട്ടൊക്കെ പിന്നെ പോവാം. തൽക്കാലം എന്നെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് പോയാൽ മതി. എടാ, ഞാൻ ചേട്ടനെ ഡ്രോപ്പ് ചെയ്തിരിക്കടാ. വിട്ടോ. ഈ ലോകത്തിൽ അടിച്ചവനെ ഡ്രോപ്പ് ചെയ്യുന്ന ആദ്യത്തെ ആള് നീ ആയിരിക്കൂടാ. പന പോലെ വാനമുട്ട വളർന്നല്ലോടാ. കരണക്കുറ്റിക്ക് 2 കൊടുത്തിട്ട് വന്നൂടായിരുന്നു. അടി വാങ്ങി വന്നിരിക്കുന്നു. അമ്മേ, ഒന്ന് ചുമ്മാ ഇരിക്കാമേ. ഇത്രയും വലിയൊരു കത്തി ഉണ്ടായിരുന്നു. എടുത്ത് കുത്തിയിരുന്നെങ്കിൽ ഉയരമുണ്ടെന്ന് വെച്ച് കത്തി ഇറങ്ങില്ലേ? എന്തിനാ ഞാൻ കുഞ്ഞ് ഇത്രയധികം പേടിക്കുന്നത്? എടുത്തി പേടിക്കും സുരക്ഷയ്ക്കും ഒരു നൂല് വ്യത്യാസമേ ഉള്ളൂ. ആക്ച്വലി അവൻ കരണത്തടിച്ചപ്പോ ചെറിയ വേദന ഉണ്ടായിരുന്നു. എന്നാൽ ഞാനത് കാണിച്ചതേ ഇല്ലല്ലോ. എന്താണെന്നറിയോ? ഇപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അവനെ 4 അടി അടിച്ചെന്ന് വിചാരിച്ചോ, അവൻ നാളെ അവന്റെ ആൾക്കാരുമായിട്ട് വരും. ഇനി ആ 4 പേരെ അടിച്ചെന്ന് വിചാരിച്ചോ, അതിന്റെ അടുത്ത ദിവസം 40 പേരുമായിട്ട് വരും. 40 പേരെ നമ്മളെ കൊണ്ട് അടിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ശരിയാണ്. കൈയൊടിയും കാലൊടിയും കോർട്ടിലും പോലീസ് സ്റ്റേഷനിലൊക്കെ പോകേണ്ടി വരും. കട പോലും നോക്കാൻ പറ്റില്ല. കടയുടെ മേലെടുത്ത് ലോൺ അടയ്ക്കാൻ പറ്റാതെ ജപ്തി ചെയ്യാൻ വരും. കടം തീർക്കാൻ വേണ്ടി ഈ വീട് വിൽക്കേണ്ടി വരും. വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്നവര് അഡ്വാൻസ് തിരിച്ചു വയ്ക്കും. 4 പേർക്ക് വാടകയ്ക്ക് വീട് കൊടുത്തിരുന്ന നമ്മള് വാടക വീട്ടിലേക്ക് പോകേണ്ടി വരും. എടുത്തമ്മേ, ഇതിന്റെയൊക്കെ ആവശ്യം നമുക്കുണ്ടോ? ഇപ്പോ എല്ലാ പ്രോബ്ലവും തീർന്നു. ഒരടിയിൽ അവസാനിച്ചില്ലേ? അന്നേരം അടിച്ചത് ഇപ്പൊ വേദനിക്കുന്നില്ലല്ലോ. എപ്പോഴും ഫ്യൂച്ചറിനെ പറ്റിയുള്ള പേടി ഉണ്ടാവണം. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? അമ്മേ, പൂച്ച എങ്ങനെ വീണാലും 4 കാലയിലേ വീഴുള്ളെന്ന് കേട്ടിട്ടില്ലേ ശ്രീദേവി? നല്ല എരിവുള്ള കുറച്ച് കാന്താരി മുളകിട്ട് വലിയൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്ക്, തിന്നട്ടെ. എന്തിനാ മുത്തശ്ശ ചിറ്റപ്പനെ കളിയാക്കുന്നത്? ഒരു ദിവസം വേൾഡ് കപ്പായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഓടി വരും. അപ്പൊ എല്ലാവരും മൂക്കത്ത് വിരല് വെക്കുന്നത് കാണാം. വേൾഡ് കപ്പോ? പാപ്പു, ഇത് കുറച്ച് ഓവറല്ലേ? വിചാരിച്ച സാധിക്കും ചിറ്റപ്പ. അങ്ങനെയാണോ? എല്ലാരും എന്നെ വിശ്വസിച്ച് വന്നതില് വളരെ സന്തോഷം. ഒരാഴ്ച കൂടി ക്ഷമിക്കേ. ലോഹൻ ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഒക്കെ എങ്ങനെ നടന്നോ അതേപോലെ ഇനിയും തുടരും. ഞാനുണ്ട്, ധൈര്യമായിട്ട് പൊയ്ക്കോ. രവി, എനിക്ക് ആരോടൊന്നും ചോദിക്കാനില്ല. ഈ ഫാക്ടറി ഇങ്ങനെ നടക്കുന്നതിന് നീയാണ് കാരണം. നീ ഇവിടെ താമസിച്ചോ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും രാമു ചെയ്തു തരും. അച്ഛാ, കാർട്ടൂൺ ചാനലിൽ മാറ്റില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. എന്താ വക്കീല് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇന്നലെ പെണ്ണിന്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് വന്നതാ. നല്ല പെങ്കൊച്ചാ, കുഴപ്പമൊന്നുമില്ല. ഞാനേ അവനോട് സംസാരിച്ചിട്ട് തിരിച്ചു വിളിക്കാം. എടാ നാഗരാജ, നിന്റെ അനിയൻ ഫോട്ടോ കണ്ടിട്ട് എന്തു പറഞ്ഞു? കണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ അവന്? പെണ്ണോക്കെ, പക്ഷെ ആ പെണ്ണിന്റെ ക്യാരക്ടർ അറിയണമല്ലോ. ക്യാരക്ടറാ? പെണ്ണിനെ കണ്ട് സംസാരിച്ചിട്ടാ വരുന്നത്. നല്ല ലക്ഷണമുള്ള പെണ്ണാ. നല്ല പഠിപ്പുമുണ്ട്, സർക്കാർ ജോലിയുമുണ്ട്, എല്ലാ പൊരുത്തവും ഉണ്ട്. പിന്നെ കളറ് മാത്രം കുറച്ച് കൂടുതലാ. അത്രയ്ക്ക് സൗന്ദര്യമാണെങ്കിൽ അച്ഛൻ തന്നെ കെട്ടിക്കോ. എന്ത് വർത്താനാടാ ഇത്? പിന്നെ എന്താ പറയാ, ആ പെണ്ണിന് സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? 40 വർഷത്തെ ജീവിതം. ആ പെണ്ണിന്റെ ക്യാരക്ടർ എനിക്കും ഇഷ്ടപ്പെടണം, എന്റെ ക്യാരക്ടർ അവൾക്കും ഇഷ്ടപ്പെടണം. എന്തായിരുന്നാലും 1-2 ദിവസം സംസാരിച്ചിട്ട് ഞാൻ എന്റെ മാരേജ് തീരുമാനിക്കൂ. അത് കൊള്ളാവടാ. ഇപ്പൊ സംസാരിക്കണമെന്ന് പറയും, പിന്നെ ഇടപഴകണമെന്ന് പറയും, കുറച്ച് കഴിയുമ്പോ ഒന്നിച്ചൊന്ന് ജീവിച്ചു നോക്കണമെന്നും പറയും. അതിലെന്താ തെറ്റുള്ളത്? എന്റെ അച്ഛൻ ഒരു ദിവസം പോലും വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല. എന്റെ അമ്മയുടെ ശല്യം കാരണം 2 പേരും ദിവസം ടെറസിന്റെ മുകളിലാണ് പോയി കിടന്ന് ഉറങ്ങാറ്.
എന്റെ അച്ഛൻ കല്യാണത്തിന് മുമ്പ് ഒരു ദിവസം അമ്മയുടെ കൂടെ ജീവിച്ച് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ ഗതി വരുമായിരുന്നു. അങ്ങനെയാണോ ഗണേശ? ഇത്രയും നാളെ ഞാൻ അറിഞ്ഞതേ ഇല്ല. എന്റെ കുടുംബത്തിന്റെ മാനം ഞാൻ തന്നെ കളഞ്ഞു കുളിച്ചത് ദൈവമേ. അതിപ്പോ തന്നെ ശരിയാക്കാം. അത് വേറൊന്നുമല്ല, ചുമ്മാ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഒരു ഫ്ലോയില് സത്യം അങ്ങ് പറഞ്ഞു പോയതാ. ചോറ് തിന്നാ വീട്ടിലേക്കല്ലേ വരുന്നത്? വാ അമ്മേ. അല്ലമ്മേ, ഞാൻ ചോറിനകത്ത് വിഷമൊന്നും കടത്തേക്കല്ലേ. ഓക്കെ പാപ്പു, ബൈ. ചിറ്റപ്പ സമയം എത്രയെന്ന് ചോദിച്ചേ? ടൈം എന്നോട് ചോദിക്കാൻ. ശരി, സമയം എന്തായി? അമേരിക്കയിൽ ഒരു സമയമാണ്, ആഫ്രിക്കയിൽ വേറെ സമയമാണ്, ഇന്ത്യയിൽ ഇപ്പോഴത്തെ സമയം. ഇങ്ങനെ പല സമയത്തിൽ നമ്മൾ എങ്ങനെ സമയം കണ്ടുപിടിക്കുക? ബൈ. സർവീസ് ചെയ്യണം സാർ. അതെയോ? ഇതിൽ ഡിസ്പ്ലേ നമ്പർ ഒന്നും കാണുന്നില്ലല്ലോ. എത്ര വർഷം പഴക്കമുണ്ട്? 13 വർഷം സാർ. 13 വർഷമോ? വെരി ഗുഡ്. സാധാരണ ഭാര്യയെ പോലും 13 വർഷം ആരും നോക്കാറില്ല. അളിയാ, ദാ ഇതൊന്ന് തുറന്നു നോക്കി. സെല്ല് തന്നെയാ, വേറൊന്നുമല്ല. രാജ, 200 കോടിയുടെ ഗ്രാനൈറ്റ് ഫോറിനിലേക്ക് അയക്കാനുള്ളതാ. രവിയെ ഒഴിവാക്കി നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുക. രാജാ, നീ നമ്മുടെ ജാതിയാ. നിനക്ക് വേണ്ടി ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യും. നീ ധൈര്യമായിട്ടിരിക്കേ. അവനൊരു പമ്പര വിട്ടിയ രാജ. ആളിനനുസരിച്ച് ബുദ്ധി വളർന്നിട്ടില്ല. വേണ്ട. ഹലോ രാജശേഖർ സാർ പറയൂ. എത്രയുണ്ട്? സാർ 82 അടി പോയിട്ടുണ്ട്. അതിന് ലെങ്ത്തിന്റെയും ബ്രെഡ്ത്തിന്റെയും അളവെടുത്ത് ഓഫീസിലേക്ക് അയച്ചേക്കാം. ശരി, പെട്ടെന്ന് അയക്കേ. ഓക്കെ സാർ. സാർ 60 ഫീറ്റിനാണ് അപ്രൂവൽ തന്നിരിക്കുന്നത്. നിങ്ങൾ പിന്നെ കുഴിച്ചോണ്ടിരിക്കുകയാണല്ലോ. കുറച്ച് സമയത്തിൽ ഓണർ ഇങ്ങോട്ട് വരും. പറയടാ. ബ്രദർ, നിങ്ങളുടെ ഓഫീസിലെ മുരുകൻ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ 1 മണിക്കൂറുള്ളിൽ ഓഫീസിലെത്തൂടാ. ശരി, ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. ചേട്ടാ, പുതിയ ഫോണാ, 6 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് ഉപയോഗിച്ചോ. ഞാൻ ഇറങ്ങട്ടെ ബ്രദർ. ഞാൻ പോവാ. ഓക്കെ മോനെ. 1 മിനിറ്റ് നിൽക്കേ. എടാ, ഞാൻ വക്കീൽ വെച്ചോട്ട് സംസാരിച്ചിരുന്നു. സൺഡേ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കാം. നീ എന്തായാലും നേരിട്ട് കണ്ടേക്ക്. നിനക്ക് ഇഷ്ടപ്പെട്ടാ നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. ഹായ്. ചിറ്റപ്പ, ഞാൻ ഓക്കെ പറഞ്ഞാലേ ഓക്കെ പറയാൻ പാടുള്ളൂ. ഓക്കെ? ഒരുപാട് ലേറ്റ് ആയോ? ഇല്ല, വന്നിട്ട് 1 മണിക്കൂർ ആയതേ ഉള്ളൂ. ഹായ് കുട്ടി, വാട്ട്സ് യുവർ നെയിം? പൂച്ച. എക്സ്ക്യൂസ് മീ, കാൻ ഐ ടേക്ക് യുവർ ഓർഡർ പ്ലീസ്? എന്താ കഴിക്കുന്നേ? ഇവരൊക്കെ എന്തായി കഴിക്കുന്നത്? നല്ല ടേസ്റ്റ് ഉണ്ടാവും. വിൽ ഹാവ് കോൾഡ് കോഫി? ഓക്കെയാണ്. 2 കോൾഡ് കോഫി. One vanilla ice cream. Vanilla is boring. We'll have strawberry. 2 cold coffee, 1 strawberry ice cream. Okay? Make it fast. ഷുവർ മാം. നല്ല സൗന്ദര്യം ഉണ്ടല്ലോ. ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ടോട്ടൽ 27 പേര്. ബട്ട് ഞാൻ ലവ് ചെയ്തത് 2 പേരെയാ. ഓ. എന്റെ ഫസ്റ്റ് ലവ് സ്കൂളിലാ. ദിനേശ് എന്നാ പേരവന്റെ. നല്ല സ്മാർട്ടാ, നന്നായി പഠിക്കുകയും ചെയ്യും. ആദ്യം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അതിനുശേഷം ഒരു ദിവസം പ്രപ്പോസ് ചെയ്തു. ബട്ട് +2 സമയത്ത് ഒരു ഈഗോ പ്രോബ്ലം. സോ വേണ്ടെന്ന് ഡിസൈഡ് ചെയ്തു. പിന്നെ കോളേജ് ഫൈനൽ ഇയറിൽ കാർത്തിക്. അവനോട് സംസാരിച്ചോണ്ടിരുന്ന സമയം പോകുന്നതേ അറിയില്ല. ഒരുപാട് കറങ്ങിയിട്ടുണ്ട്, ബട്ട് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല. ഒരു പീരീഡില് സ്റ്റാറ്റസ്, കാസ്റ്റ് അതൊന്നും വർക്കൗട്ട് ആയില്ല. സോ ജെന്യൂൻ ആയിട്ട് സംസാരിച്ചു, അവോയ്ഡ് ചെയ്തു.
നിങ്ങളോ? ചേച്ചേ എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ പറയല്ലേ. ഒരു പെണ്ണിനെങ്കിലും പ്രേമിക്കാത്ത ആമ്പിള്ളേരുണ്ടോ? സീരിയസ് ആയിട്ട് പറഞ്ഞതാ. സത്യം പറയുന്നേ. ആക്ച്വലി എന്റെ ലൈഫിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ചിറ്റപ്പാ. എന്നാ അത് ലവ് ഒന്നും അല്ല പാപ്പു. ഞങ്ങൾ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഒന്നിച്ച് കറങ്ങാൻ പോവും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവളെ നടന്ന് അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചെന്റെ വീട്ടിൽ പോകും. എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഞങ്ങളെ ലവേഴ്സ് എന്ന് വിളിച്ച കളിയാക്കിക്കൊണ്ടിരുന്നത്. ഞാനും അവളെ പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ അവള് ക്ലാസ് മാറിപ്പോയി. ക്ലാസ് മാറിപ്പോയിന്നോ? 6th 7th പോയപ്പോ അവളെ A ഡിവിഷനിലേക്കും എന്നെ B ഡിവിഷനിലേക്കും മാറ്റി. 6th 7th ഇതൊരു ലവ് സ്റ്റോറി, ഇതൊരു ഫ്ലാഷ് ബാക്കും. പ്ലേസ് ഇറ്റ്. ഞാൻ കോൾഡ് കോഫിയിൽ ഓർഡർ ചെയ്തേ. എന്തിനാ മാറ്റിക്കൊണ്ടുവന്നേ? അല്ല മാഡം, നിങ്ങൾ നോർമൽ കോഫി ഓർഡർ ചെയ്തത്. വാട്ട് നോൺസെൻസ്. ഐ ഓർഡർ ഫോർ എ കോൾഡ് കോഫി. ഹൗ ഡെയർ യു ചേഞ്ച് മൈ ഓർഡർ? സോറി മാം, ഞാൻ നിങ്ങൾ മാനേജറെ വിളിക്കുക, എനിക്ക് സംസാരിക്കണം. വേണ്ട, ഓർഡർ ക്യാൻസൽ. ഷേ, ഇറിറ്റേറ്റിംഗ്. ആ ഓർഡർ ക്യാൻസൽ ചെയ്തെന്നും പറഞ്ഞ അവളെ റിജക്ട് ചെയ്യുന്നൊക്കെ വളരെ മോശമാണ് പാപ്പു. താങ്ക് യു. അവള് ദേഷ്യം പിടിച്ച് സംസാരിച്ചതിനല്ല ഞാൻ റിജക്ട് ചെയ്തത്. ഉം. മൊത്തം 4 പോയിന്റ് ഉണ്ട്. എന്താ 1, ലേറ്റ് ആയി വന്നിട്ട് ഒരു സോറിയെങ്കിലും ചോദിച്ചോ. അത് ശരിയാണല്ലോ. 2, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചോ. ഉം. അവള് വി വിൽ ട്രൈ കോൾഡ് കോഫി എന്ന് പറഞ്ഞിട്ട് കോൾഡ് കോഫി ഓർഡർ ചെയ്തു. ഞാൻ വാനിലയല്ലേ ചോദിച്ചത്, അവൾ സ്ട്രോബെറി മാറ്റി ഓർഡർ ചെയ്തു. 4ാമത്തെ അവള് പറഞ്ഞ 2 ബ്രേക്കപ്പും താനേ നടന്നല്ല, ഇവളായിട്ട് കട്ട് ചെയ്ത് വിട്ടതാ. ആഫ്റ്റർ മാരേജ് ചിറ്റപ്പനെയും കട്ടിയില്ലാന്ന് എന്തോ ഉറപ്പ്. ഏയ് ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ഡിവോഴ്സ് വരെ ആലോചിച്ചോ? സൂപ്പർ പാപ്പു. അല്ല പാപ്പു, ഒരു ചെറിയ ഡൗട്ട്, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? ആ, ഒരു പെണ്ണിന്റെ മനസ്സൊരു പെണ്ണിന് മാത്രമേ അറിയൂ. ഒരു വലിയ കണ്ടുപിടുത്തം. നമ്മുടെ ബിസിനസ്സിൽ ആരെയും മുകളിലേക്ക് വളർത്തുന്ന ശീലമില്ലല്ലോ. ചങ്കൂറ്റാണ് മൂലധനം. എടാ, ആവശ്യമില്ലാതെ നിങ്ങൾ വഴക്കടിച്ച് പുതിയൊരാളെ ഉണ്ടാക്കാനുള്ള അവസരം കൊടുക്കരുത്. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിയതാ, ഇനിയും അത് തുടരണം. രണ്ടുപേർക്കും ഒന്നിച്ച് ബിസിനസ് നടത്തിക്കൂടെ? എനിക്കെന്താ തല്ലുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആദ്യം അവനെ സമ്മതിപ്പിക്കാൻ നോക്ക്, എന്നിട്ട് നോക്കാം. ഈ ജന്മം തന്നെ പാഴായി പോയ പോലെയാ. ചെയ്യുന്ന തെറ്റ് ശരിക്ക് ചെയ്യടാ. ഷോപ്പിംഗ് കോംപ്ലക്സ്, എക്സ്പോർട്ട്, റിയൽ എസ്റ്റേറ്റ് എല്ലാം നീ നോക്കിക്കോ. ഈ ഗ്രാനൈറ്റ്, ട്രാൻസ്പോർട്ടും പാർമട എല്ലാം അവൻ നോക്കിക്കോട്ടെ. ചേട്ടാ, ഗ്രാനൈറ്റ്സിൽ മാസം മൊത്തം എത്ര വരുമാനം ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ജോലി വിട്ടിട്ട് 15 വർഷങ്ങളായി. ഇതൊന്നും നിങ്ങൾക്കിപ്പോൾ അറിയില്ല. ചേട്ടാ, ഈ രണ്ടാക്കുന്ന ജോലിയൊന്നും വേണ്ട. ഇനി ഒരു 2 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ ചുവപ്പ് രാജ ജീവനോടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ രവി ജീവനോടെ ഉണ്ടാകും. രവി വേഗം വലിയ പണക്കാരനാണെന്ന് ആഗ്രഹിച്ചവരൊക്കെ പെട്ടെന്നാ മൺമറിഞ്ഞു പോയത്. എനിക്കെന്തത് ശരിയായിട്ട് തോന്നുന്നില്ല. ഞാൻ പോവാ. രവിയെ എൻകൗണ്ടറിൽ തീർക്കാനായിട്ട് കമ്മീഷണർ മാറ്റണമല്ലേ? അതെ സർ. അത് ചെയ്യാം, പക്ഷേ കമ്മീഷണർ മാറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആണെങ്കിലും തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ CM ആ. അല്ല സാറേ, ഈ ഒരു ഉപകാരം എനിക്ക് ചെയ്തു തന്നാൽ സാറിന് വലിയൊരു ഉപകാരം തിരിച്ചു ചെയ്യാം. ഉപകാരോ? എനിക്കോ? എന്താ രാജ, എന്താ അത്രയ്ക്ക് വലിയ ഉപകാരം? സാറ് 4 വർഷം മുമ്പ് നടത്തിയ കലാപത്തില് മുൻ പാർട്ടി സെക്രട്ടറി ദിവാകരന്റെ കുടുംബത്തെ മുഴുവൻ വേരോടെ തീർത്തെന്നാ സാർ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അയാളുടെ മക്കള് കട്ടരമേശും പാൽപ്പാണ്ടിയും മരിച്ചിട്ടില്ല. എന്താ പറഞ്ഞേ? സാറിനെ കൊല്ലാനായിട്ട് തക്കം പാർത്തിരിക്കുക അവര്. എന്താ സാറേ, എന്നെ വിശ്വാസമില്ലേ? കുന്നൂരുള്ള നമ്മുടെ പാർട്ടി സെക്രട്ടറി ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്ക്. പറയൂ സാറേ. കട്ടരമേശും പാൽപ്പാണ്ടിയും ഇപ്പൊ ജീവനോടെ ഉണ്ടോ? അതെ സാർ, അത് കട്ടരമേശും പാൽപ്പാണ്ടിയും ജീവനോടെ ഉണ്ടോ എന്ന്. ജീവനോടുണ്ടോന്ന് ചോദിച്ചാൽ അത് എന്താടാ ഇത് എന്നോട് നേരത്തെ പറയുന്നേ? അല്ല സാർ, ഇപ്പോഴല്ലേ മിനിസ്റ്റർ ആയത്. ഇപ്പൊ പോയി നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ഒരു റീസൺ പറയും. വെക്കട ഫോൺ. ഇഡിയറ്റ്. പേടിക്കണ്ട സാറേ, അവന്മാരുള്ള സ്ഥലം എനിക്കറിയാം. സാറ് എൻ്റെ കാര്യം ശരിയാക്കുകയാണെങ്കിൽ വരട്ടെ സാറേ. മോൻ ഇറങ്ങിയോ? അതെ ആന്റി. മോള് സ്കൂളിൽ പോയോ? 7 മണിക്ക് പോയല്ലോ. നിങ്ങൾ വന്നിട്ട് 1 മാസമായി, ഇതുവരെ എനിക്ക് മോളെ കാണാൻ പറ്റിയില്ല. വൈകുന്നേരം വന്ന ഉടനെ കൊണ്ടുവരാം. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ 10 മണിയാവും. പോട്ടെ ആന്റി. ആ മോനെ, അമ്മയുണ്ടോ അവിടെ? വാടകയാ? നേരിട്ടാണ്.
അമ്മേ, എന്താടാ മേളിലത്തെ ആന്റി വാടക തരാൻ വന്നിരിക്കുന്നു. ആ അതെ കേറിയിരിക്കാൻ പറ. ആ അതേക്കല്ല ചില ശരി. ഡൗട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അളിയാ പച്ച ഷർട്ട്, കൂളിംഗ് ഗ്ലാസ്, പുതിയ ഷൂ. അമ്മേ ഒന്നനുഗ്രഹിച്ച്. ആ ഏതോ പെണ്ണിന്റെ വല വീണിട്ടുണ്ടെന്നാ തോന്നുന്നേ. ആരാടാ? അളിയാ ലൈഫ് ഇൻഷുറൻസ് വേണോന്ന് ചോദിച്ചേ ഇടയ്ക്കിടയ്ക്ക് ഒരു പെണ്ണ് എന്നെ വിളിക്കാറില്ല. അതെ. ആ പെണ്ണിന്റെ ലൈഫ് പാർട്ണറായിട്ട് ഫോണിൽ സെറ്റായി. ശരി, എന്നിട്ട് ആ പെണ്ണിനെ നേരിട്ട് കണ്ടായിരുന്നോ? ഇല്ലടാ. അവളുടെ ഫോട്ടോ എങ്കിലും കണ്ടോ? സർപ്രൈസ് കളയണ്ടെന്ന് വെച്ച് ഞാനിത് വേണ്ടെന്ന് പറഞ്ഞു. ആദ്യ മീറ്റിംഗ് തന്നെ നേരിട്ടാവോന്ന് വെച്ചു. അളിയാ നേരിട്ട് കാണുമ്പോ കൊള്ളിലേക്ക് എന്താ ചെയ്യാ? പറയണ്ടായിരുന്നു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? കാര്യനാക്കൻ, നിന്റെ വായിൽ നല്ലതൊന്നും വരില്ലേ? അസൂയ പിടിച്ചവനെ. അളിയാ പ്രാക്ടിക്കലായിട്ട് കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നീ നേരിട്ട് പോയി കാണുമ്പോ അവള് കൊള്ളില്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയാതെ വന്ന് അവളെ തന്നെ കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവൻ അവളോടൊപ്പം കഴിയേണ്ടടാ. എന്തിനാടാ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? കൺഫ്യൂഷൻ ഞാൻ ഉണ്ടാക്കിയതല്ല അളിയാ, നിനക്കൊരു മുന്നറിയിപ്പ് തന്നതാ ഞാൻ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അളിയാ ഷർട്ട് മാറ്റിയതുകൊണ്ട് അവൾ നിന്നെ കണ്ടുപിടിക്കില്ല. നമുക്ക് പോയി നോക്കാം. ഫിഗർ നല്ലതാണെങ്കിൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം. കാണാൻ കൊള്ളില്ലെങ്കിൽ നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ചെയ്യാം. ശരി, ആ പെണ്ണ് ഏത് കളർ ഡ്രസ് ഇട്ടിട്ട് വരാന്ന് പറഞ്ഞത്? റെഡ് കളർ ചുരിദാറും ബ്രൗൺ ബാഗും എന്നാ പറഞ്ഞത്. ഡ്രൈവ് ചെയ്തോണ്ടിരിക്കായിരിക്കും. ആ പെണ്ണാണോ നോക്കി? പ്രേമിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എന്തൊരു ബഹുമാനാ. ഇവള് തന്നെയാടാ നിന്റെ അനിയത്തി. സൂപ്പർ അല്ലേ? അളിയ ഇപ്പൊ എന്താ ചെയ്യാ? കൺഫ്യൂഷൻ ആക്കിയോട് ചോദിക്കും. ഡാ ഞാനിപ്പോ എന്താ ചെയ്യാ? ഡാ 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 എടാ കരുനാക്ക, നീ എന്താടാ നിന്ന് ആടുന്നത്? ആലോചിച്ചോണ്ടിരിക്കുക. എന്റെ പുറകെ വാ. അതെയോ? ഹലോ ഹലോ, വന്നല്ലോ. നിങ്ങൾ എവിടെയാ? ഞാനും എത്തി. ഞാൻ അകത്താ ഉള്ളത്. പക്ഷെ ഒരു സ്മോൾ ചേഞ്ച് ഉണ്ട്. ഞാൻ നിന്നോട് പച്ച ഡ്രസ് ഇട്ട് വരാന്നല്ലേ പറഞ്ഞത്? അത് അമ്മ എടുത്ത് വാഷിങ്ങിന് ഇട്ടു. ഇപ്പൊ വൈറ്റില് ബ്ലൂ വരെയുള്ള ഷർട്ടാ ഇട്ടിരിക്കുന്നേ. പക്ഷെ പാന്റിന്റെ കളർ ഒരു മാറ്റവും ഇല്ല കേട്ടോ. താങ്ക്സ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ എവിടെയാ ഉള്ളത്? ഞാൻ വന്നല്ലോ. ഹായ്, സുഖമാണോ? ഞാനാ ഗണേഷ്. ഓ ഹായ്, ഇതെന്റെ ഫ്രണ്ട് രമ്യ. നമസ്കാരം. ഇതെല്ലാം എന്റെ ഫ്രണ്ട്സാ. ഹലോ. ഹായ്. നമ്മുടെ ഫസ്റ്റ് മീറ്റ് അമ്പലത്തിൽ വെച്ച് നടന്നു നോക്കുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം. തീർച്ചയായും നമ്മുടെ ലവ് വിജയിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, കുട്ടിക്ക് ഇത്ര നിറവുണ്ടായിരിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങൾ ഇത്രയും കറുത്തിരിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. എത്ര വർഷമായിട്ട് ലവ് ചെയ്യുന്നു? 7 വർഷമായിട്ട് ലവ് ചെയ്യുന്നു. എത്രാമത്തെ ലവാ? ഹലോ, ഫസ്റ്റ് ലവ്. എന്താ ഒരു പെണ്ണ് 7 വർഷമായിട്ട് ഒരേ പയ്യനെ തന്നെ ലവ് ചെയ്യുന്ന ആദ്യമായിട്ട് കേൾക്കുക? ഷർട്ട് മാറിയ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഒരു മിനിറ്റ് പ്ലീസ്. എന്റെ ഫ്രണ്ട് പറഞ്ഞോണ്ട് മാത്രം ചെയ്തതാ. ഞാൻ സത്യം തുറന്നു പറഞ്ഞല്ലേ ഉള്ളൂ. അമ്പിളി പോവല്ലേ? ഇങ്ങതാ, ഞാൻ തുറന്നുതരാ. സാരല്ല, ഇങ്ങതാ. ഒരുപാട് കൺവിൻസ് ചെയ്യാൻ നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല. എല്ലാം ഈ കോപ്പം കാരണം ഉണ്ടായതാ. നീ കാരണം എനിക്കൊരു നല്ല കാര്യം നടന്നതാ. എന്താടാ? ഒരു കട്ടിങ്ങിൽ ഇരുന്നോട് പറയാം പ്ലീസ്. കട്ടിങ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉടനെ 2 അടിക്കാന്നാ വിചാരിച്ചത്. ഈ കട്ടിങ് ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരികയില്ലായിരുന്നു. ചിരിക്കല്ലേ? എക്സ്ക്യൂസ് മീ മിസ്, ഞാൻ ആക്ച്വലി എൻ്റെ പേര് ശിവകുമാർ. എന്നെ നിങ്ങൾക്കറിയില്ല, നിങ്ങളെനിക്കറിയാം. ഒരു 2 മിനിറ്റ്സ് നിങ്ങളോട് സംസാരിക്കണം.
അന്ന് അമ്പലത്തിലും മിസ്സിനെ ഒരു ബാഡ് ബോയ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ ബാഡ് ബോയ് ആണ് മിസ്. ഗുഡ് ബോയ് ഗുഡ്. മിസ്, അമ്പലത്തിൽ വെച്ച് കണ്ടത് സത്യമാണ്. എന്നാ ഐ എം നോട്ട് എ ബാഡ് ബോയ്. ഒരു 2 minutes നിങ്ങളോട് സംസാരിക്കണം മിസ്. ഞാൻ വിളിച്ചോടനെ നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ആര് വിളിച്ചാലും ഇങ്ങനെ ചെല്ലാറുണ്ടോ? ഹലോ. സോറി. എൻ്റെ നാക്കിന് സ്പീഡ് ബ്രേക്കർ ഇടണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ അത് കടന്ന് വേർഡ്സ് വെളിയിൽ വന്നുപോയി. ആ, എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ KCB റിട്ടയറായി. ഏട്ടനെ ഏടിയാ. പിന്നെ ഹലോ. അമ്മ എന്താ പറയണെന്ന് പറഞ്ഞത്? മാറ്റർ എന്താന്ന് പറ. സ്ട്രേറ്റ് മാറ്ററോ? നേരെ കാര്യത്തിലോട്ട് വാ. അതായത് എത്ര ക്യൂട്ടായിരിക്കുന്നു ഈ കുട്ടികളൊക്കെ. നമുക്കും ഇതുപോലെ ക്യൂട്ടായ കുട്ടികളുണ്ടായാലോ? ഐ മീൻ മാരേജിന് ശേഷം. ഓക്കേ ഫൈൻ. പക്ഷെ എന്റെ ഹസ്ബൻഡിനോട് ചോദിക്കണം. ഹസ്ബൻഡാ? അതിന് തെളിവൊന്നുമില്ലല്ലോ. താലി മാരേജ് ആയതിന്റെ ഒരു എവിഡൻസും കാണുന്നില്ലല്ലോ. അതാ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാ. മാരേജ് കഴിയാത്തതിന്റെ ഒരു ലക്ഷണങ്ങളും ഇല്ലല്ലോ. കളിയാക്കാണല്ലേ? ഞാൻ കളിയാക്കുന്നോ? വെറുതെ നടന്ന പെണ്ണിനെ വിളിച്ച് കല്യാണം എന്നൊക്കെ പറഞ്ഞ് തമാശ കളിക്കാം. ഹലോ, ഞാൻ സീരിയസ് ആയിട്ടാ മാരേജിനെ പറ്റി സംസാരിച്ചത്. ഞാൻ ഇതുവരെ ആരോടും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. ഓ അങ്ങനെയാണോ? സോറി, എനിക്ക് താല്പര്യമില്ല. ഹലോ, എക്സ്ക്യൂസ് മീ. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? പിക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഭാഗ്യം വേറെ ആർക്കാ കിട്ടുക? പ്ലീസ്. താങ്ക്സ്. ഇന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നാളെ പിക്കപ്പ് ചെയ്യട്ടെ? ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. വേണ്ട, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. കയറിയിരിക്കാം. ഇവിടെ നിർത്തിക്കോ. താങ്ക്സ്. അതൊന്നും വേണ്ട. ഫസ്റ്റ് ടൈം നിങ്ങളെ കണ്ടപ്പോൾ ഫസ്റ്റ് നൈറ്റാ ഓർമ്മ വന്നത്. സോറി. കല്യാണത്തെക്കുറിച്ച് ഓർമ്മ വന്നെന്നാ പറഞ്ഞത്. ഒന്നും വിചാരിക്കല്ലേ, വാക്കുകൾ മാറിപ്പോയിട്ടുണ്ടാവും. അയ്യോ, അല്ല, നിങ്ങളോട് സംസാരിച്ച് ഞാൻ എൻ്റെ വീടിനടുത്ത് എത്തിയല്ലോ. കയറിക്കോ, ഞാൻ നിങ്ങളുടെ ഏരിയയിൽ ഡ്രോപ്പ് ചെയ്യാം. ഇല്ലല്ലോ, നിങ്ങളല്ലേ റൂട്ട് പറഞ്ഞു തന്നെ. ഹലോ, ഞങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുകളിൽ താമസമായിട്ട് 1 മാസമായി. നിങ്ങൾ ഹൗസ് ഓണറിന്റെ മോനെന്ന് അറിഞ്ഞിട്ടാ നിങ്ങളടുത്ത് സംസാരിച്ചത്, സ്കൂട്ടറിൽ വന്നതും. എന്തൊരു അഭിനയോ! ഈ നാട്ടിലെ ഏറ്റവും നല്ല കുട്ടിയെ പോലെ തലകുനിഞ്ഞു പോവാ. എന്നാ വെളിയിൽ ഇത്രയ്ക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ? ശരി, ഇപ്പൊ തന്നെ നിങ്ങളുടെ അമ്മയോട് പറയാം. അമ്മയോടൊന്നും പറയില്ല, നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ പറയട്ടെ പ്ലീസ്. എവിടേക്കാ? താക്കോല് പൂച്ചട്ടിയിലുണ്ട്, എടുത്തോ. ഞാൻ പച്ചക്കറി വാങ്ങിച്ചിട്ട് വരട്ടെ. ശരി അമ്മ. ആന്റി, ഏതാ ആന്റി ആ പെണ്ണ്? പാപ്പയാ മോനെ, സ്കൂളിൽ പോയിട്ട് വരിക. പാപ്പ സ്കൂളിൽ പോയിട്ട് വരുന്നോ? മനസ്സിലായില്ല. ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തതേ ഉള്ളൂ. പാപ്പ ഇവിടെ പോകുന്നു, പാപ്പ അവിടെ പോകുന്നു, പാപ്പ സ്കൂളിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ പാലേട്ടൻ സിനിമയിൽ വരുന്ന ആ പുള്ളിക്കുപ്പായിട്ട പെൺകുട്ടിയാണെന്നാ വിചാരിച്ചത്. എന്നാൽ ഇത്രയും വലിയ പെണ്ണാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ആക്ച്വലി നിങ്ങളൊരു കൊച്ചുകുട്ടിയെ പോലെയാ. അയ്യോ, ഇത് ഭയങ്കര ഐസായി പോയി കേട്ടോ. സീരിയസ് ആന്റി. അതെങ്ങനെ നിനക്കറിയാം? ഞാൻ എന്താ കള്ളത്തരം പറയാ? എന്താടാ പറഞ്ഞ? 5000? അത് വളരെ കുറവല്ലേ? ഒന്നും പ്രശ്നമല്ല. നത്തിങ്. മോളെ മലരെ, ഫോണ് വരുന്നമേ. നീ പറഞ്ഞോളിയാ. ഇന്നലെ രാത്രി വിളിക്കാത്തെന്താ? അതെ. ഹലോ. ഹലോ, ഈ നമ്പറിൽ നിന്നൊരു മിസ് കോൾ വന്നല്ലോ. മിസ് കോളോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. പിന്നല്ലാതെ നിങ്ങളുടെ നമ്പർ ഞാൻ എങ്ങനെ അറിയും? നിങ്ങൾ വിളിച്ചോണ്ടല്ലേ ഞാൻ തിരിച്ചു വിളിക്കുന്നത്. അതെയോ? ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ഹസ്ബൻഡെ കൊടുക്കൂ. എന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഫാദർ? ഇല്ല സർ, അദ്ദേഹം മരിച്ചുപോയോ? ഹലോ, എന്റെ അച്ഛൻ വിദേശത്ത് ജോലി ചെയ്യാ. ദാറ്റ്സ് ഓക്കെ. വീട്ടിലേതെങ്കിലും ബോയ്സ് ഉണ്ടെങ്കിൽ വിളിക്കൂ. ഞാൻ ബേസിക്കലി ഗേൾസിൻ്റെ അടുത്ത് സംസാരിക്കാറില്ല. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഷുവറായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. കൂൾ. ബൈ. വിശ്വസിച്ചവള്. വീണ്ടും വിളിക്കാം. ഞാൻ ബേസിക് ആയിട്ട് നല്ലവനാടാ. ഇതൊക്കെ സർവ്വസാധാരണം. അതെ. ഹലോ, ആരാ? ഞാൻ മിസ് കോൾ ചെയ്തിരുന്നില്ലേ മിസ്? മിസ്സോ? ഹലോ. പറയൂ.
ഈ നമ്പറിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജോ? ഇപ്പോഴോ? അതെ. ഞാൻ ആർക്കും അയച്ചിട്ടില്ലല്ലോ. ഹലോ, എന്താ കളിക്കാണോ? എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്റെ നമ്പർ എന്നിട്ട് കളിപ്പിക്കാൻ പറഞ്ഞോ? ഞാൻ ആരാണെന്ന് അറിയാതെ സംസാരിക്കുന്നേ. ഹലോ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം. അറിയാന്നോ? ഞങ്ങളുടെ ഹൗസ് ഓണറുടെ മോൻ ശിവയല്ലേ നിങ്ങള്? എന്താ സർ? ഹലോ ഹലോ, സിഗ്നൽ കട്ടായില്ലേ? സിഗ്നല് കട്ടായി പോയി. ഈ നേരത്തെ ഒരു വിക്ക് ഞാൻ സംസാരിച്ചല്ലോ കേട്ട് കാണോ? പഴയ പോലെ മെയിൻറ്റെയിൻ ചെയ്യാം. അളിയാ 5000 എന്ത് ചെയ്യണമെന്ന് വെച്ചാ ആ അക്കൗണ്ട് നമ്പർ തന്നു കഴിഞ്ഞാല് ആ 5000 ഞാൻ സിഗ്നൽ ശരിയല്ല, ഇവിടെ റേഞ്ച് തീരെ കിട്ടുന്നില്ല. ഞാൻ വീടിനകത്തൊന്ന് സംസാരിക്കാം. വീടിനകത്ത്. ഹലോ, ഇതിപ്പോ ജനറൽ ആശുപത്രി പോകുന്ന പോലെ ഉണ്ടല്ലോ. കാണുന്നില്ലല്ലോ. നേരെ പോ, നേരെ പോ. ഡാഡി ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. അതൊക്കെ പിന്നെ. ബുക്ക് താഴ്ത്ത് പഠിക്കുക. അടുത്ത സ്ട്രീറ്റിലെ പയ്യൻ. എണീക്കടാ, എണീക്കാൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? അല്ല അത് പിന്നെ ഞങ്ങളുടെ ടെറസിൽ നിനക്കെന്താ കാര്യം? അല്ല ചേട്ടാ, കവിതയായിട്ട് ലൈൻ ഇട്ടോണ്ടിരിക്കോ, അതിനാ വന്നത്. ഇത് കണ്ടില്ലേ? ഓപ്പൺ ആയിട്ട് പറഞ്ഞ വെറുതെ വിടുന്ന കരുതിയോ? പോടാ. അല്ല ചേട്ടാ, അടുത്ത സ്ട്രീറ്റിലുള്ള എന്നെ വിടില്ല എന്ന് പറഞ്ഞല്ലോ. അടുത്ത പഞ്ചായത്തിലുള്ളവൻ അപ്പുറത്തിരിക്കുന്നത്. എവിടെ? അതാ ആ സൈഡിൽ മൂലയില്. അത് അങ്ങോട്ട് വിടാ, അങ്ങോട്ട് അങ്ങോട്ട്. അയ്യോ എന്റെ ദൈവമേ. അളിയ ഭക്ഷണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുക. നീ ശ്രദ്ധിക്ക. ഞാനതല്ലേ പറഞ്ഞത്. കറണ്ട് പോയപ്പോ എല്ലാവർക്കും കണക്ഷൻ ഉണ്ടല്ലോ. നല്ലൊരു സ്ഥലമാണല്ലോ. എന്റെ ആളെ മാത്രം കാണുന്നില്ല. ആരാ നിങ്ങളൊക്കെ? എന്നെ അറിയില്ല. ഒറ്റ ഇടി വെച്ച് തരും. നിന്നെ അറിയാം. അവൻ ആരാന്നാ ചോദിച്ചത്? ബ്രദറാ. ബ്രദറിന് പുതപ്പിനകത്ത് എന്താ ജോലി? ഇനി ബ്രദർ എന്ന് പറഞ്ഞ അടിച്ചിന്റെ പല്ല് ഞാൻ കൊഴിക്കും. ഡാ നിന്റെ തിരുമോന്തൊന്ന് കാണിച്ചേ. ഡാ നീ എവിടുത്തുകാരനാടാ? ഗോപാലപുരത്തുള്ള. 13 കിലോമീറ്റർ ദൂരത്തുനിന്നാണ് വന്നത്. എപ്പോഴാടാ വന്നത്? ഞാൻ വന്നിട്ട് കുറെ നേരം. കറണ്ട് കട്ടായിട്ട് 5 മിനിറ്റല്ലേ ആയുള്ളൂ. നമ്മളിത് അയക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിലിങ്ങനെ അമർത്തണം. എന്നിട്ട് ഇതങ്ങ് അയച്ചു കൊടുത്താൽ മതി. അവർക്ക് കിട്ടിക്കോളും. ഇല്ല അമ്മ. എന്താ? പിന്നെ അമ്മ ഉറങ്ങിക്കോ. 120 പേപ്പർ കറക്റ്റ് ചെയ്യണം. ആദ്യത്തെ മാസല്ലേ. രാവിലെ എണീറ്റ് ചെയ്യാടി കിടക്ക്. രാവിലെ എണീറ്റ് ഇത്രയും പേപ്പർ നോക്കാൻ പറ്റില്ല അമ്മ. എത്ര സമയമായാലും ശരി, കറണ്ട് വന്നിട്ട് ഈ പേപ്പറൊക്കെ നോക്കിയിട്ട് ഞാൻ കിടക്കുള്ളൂ. നീ പറഞ്ഞാൽ എപ്പോഴാ കേക്ക്? എന്തെങ്കിലും ചെയ്യും. അയ്യോ പാവം കുട്ടി. ഹലോ, ആളെ ഞാനാ. കുഴപ്പമില്ല. ഒന്നുമില്ല, ഒരു ചെറിയ ഒബ്ലിഗേഷൻ. നമ്മുടെ ഏരിയയിൽ മാത്രം കറണ്ട് ഇല്ല. അപ്പം നിന്റെ സ്വാധീനം ഉപയോഗിച്ച് നമ്മുടെ ഏരിയയിലൊന്ന് കറണ്ട് വരുത്തിയാൽ നന്നായിരുന്നു. എന്താ മനസ്സിലായില്ല? അത് വേറെ ഡിപ്പാർട്ട്മെന്റ്, ഇത് വേറെ ഡിപ്പാർട്ട്മെന്റോ? പിന്നെ എന്തിനാടാ നീ വലിയ പോലീസ് കമ്മീഷണർ എന്ന് പറഞ്ഞ് നടക്കുന്നേ? നോക്ക്, എനിക്കതൊന്നും അറിഞ്ഞൂടാ. നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഉടനെ ഇവിടെ കറണ്ട് വരണം. കറണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞത് നീ, പിന്നെ തന്നെ കമ്മീഷണറാന്ന് പറഞ്ഞ് ബിൽഡപ്പ് കൊടുക്കുന്നേ. നിനക്കിപ്പോ ഓൺ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഓൺ ചെയ്തു തരാം. വലിയ പോലീസ് കമ്മീഷണറാണ്. അളിയ എന്തിനാ അളിയ ഇപ്പൊ ഇത്രയും ഇമോഷൻ? പോട്ടെ എന്ന് വെക്കുമ്പോ ഞാൻ എത്ര പെട്ടെന്ന് അയച്ചത് കണ്ടില്ലേ? കറണ്ട് വന്നല്ലോ. അമ്മേ, കറണ്ട് വന്ന് എണീറ്റ് അകത്ത് പോയി കിടക്ക. 500 രൂപ കൊടുത്താൽ എന്താടാ, നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. ഹലോ, പറഞ്ഞോ പാർട്ണർ. ഒരു മിനിറ്റ്. പോടാ. ഓടിക്കോണ്ട് ആരാ നിന്നോട് പറഞ്ഞേ? ഫേസ്ബുക്കിലോ? മോനെ, ഫേസ്ബുക്കിൽ ഞാനാടാ ഇട്ടത്. ഞാൻ വിളിക്കടാ. നിങ്ങളും കമ്മീഷണറുമായിട്ട് ബന്ധമുള്ള കാര്യം അറിയുമ്പോ അത് നമുക്ക് അഭിമാനമുള്ള കാര്യമല്ലേ? തന്റെ പേരക്കുട്ടി അനാഥയായിട്ട് കിടക്കുമ്പോ താൻ അടുത്ത വീട്ടിലെ പേരക്കുട്ടിയായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുക അല്ലേ? ഫേസ്ബുക്കിലിട്ട് മാസാക്കി തകർത്ത് കളയുന്നതായിരിക്കും. നീ പുതിയ വ്ളോഗറാണല്ലേടാ? ആണോന്ന് പറയടാ. തന്നോടല്ലേ ചോദിച്ചത്. ഗുഡ് മോർണിംഗ്. സാറാണ് ചോപ്പ് രാജ. നമസ്കാരം. സാറിന് വേണ്ടിയാണ് നിന്നെ ഈ സിറ്റിയിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തിന് ഫേവറേറ്റ് ചെയ്തു കൊടുക്ക്. തീർച്ചയായിട്ടും സാർ. ചോപ്പേ, കമ്മീഷണറെ മാറ്റിയതൊക്കെ ശരി. എന്നാ അവനെ വെച്ച് എന്നെ നീ എൻകൗണ്ടറിൽ തട്ടിക്കളയാന്ന് വിചാരിച്ചില്ലേ? അത് ശരി, അറിഞ്ഞു അല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞാലടാ ഒന്നിച്ച് ചെയ്യാന്ന്. നീയല്ലേ വലിയ ആള് കളിച്ച് പോയത്. കമ്മീഷണറും മിനിസ്റ്ററും ഒക്കെ നിന്റെ കയ്യിലുണ്ടെന്നുള്ള അഹങ്കാരത്തിലാണ് നിന്റെ സംസാരം. ഇന്നേക്ക് 3 ദിവസത്തിനുള്ളിൽ നിന്നെ ഞാൻ തീർത്ത് കാണിച്ചു തരാടാ. എന്ത് 3 ദിവസത്തിനുള്ളിൽ? ഇന്നത്തെ രാത്രി നീ എങ്ങനെ കഴിച്ചുകൂട്ടെന്ന് നോക്കാം. എടാ ചോപ്പേ, ഒരു മിനിറ്റ് നീ തിരിഞ്ഞു നോക്ക്.
നമസ്കാരം സാർ. ഒരു 2 മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണം. എടാ നിനക്ക് അത്രയ്ക്ക് ധൈര്യമാടാ? നീ എന്താ വലിയ രാജാവെന്നുള്ള വിചാരമാണോ? പാന എൻ്റെ ആളെ കൊന്നിട്ട് എൻ്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ വന്നിരിക്കുകയല്ലേ? ഫോൺ അടിക്കുന്നു. ആ എന്താ പറയാ? സന്തോഷമായിട്ടുള്ള വാർത്തയാ സാറേ. കട്ടരമേശനെയും പാൽപ്പാണ്ടിനെയും മേട്ടുപാളയത്ത് വെച്ച് നടു റോഡിലിട്ട് പട്ടാപ്പകൽ വെട്ടിക്കൊന്നു. സത്യമാടാ? ഞാനാ ചെയ്തത് സാർ. കട്ട രമേശിനെയും പാൽപ്പാണ്ടിയെയും നിങ്ങൾക്ക് വേണ്ടി ഞാനാ കൊന്നത്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം. ലോഹിയേട്ടനുള്ളപ്പോൾ 20% കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി മുതൽ ലാഭത്തിൻ്റെ പകുതിക്ക് പകുതി 50%. ഒന്നും അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ലാഭത്തിലുള്ള 50% ചോദിച്ചാ അതെങ്ങനെയാ സാറേ ശരിയാവുക? 50% തരുന്നവർക്ക് മാത്രമേ മധുരയിൽ ഇനി ബിസിനസ് ചെയ്യാൻ പറ്റൂ. ഇനി മുതൽ 10 ലക്ഷത്തിന് മുകളിലുള്ള ഏത് രജിസ്ട്രേഷൻ ആണെങ്കിലും ഞാൻ അറിയാതെ നടത്താൻ പാടില്ല. വരട്ടെ ബ്രോ. എന്നും രാവിലെ 7 മണിക്കാണല്ലോ പോക്ക്. എന്താടാ ഉദ്ദേശം? ലവ് മാറ്റർ. ലവ്? ആരാ? ഇതുവരെ സെറ്റായിട്ടില്ല. പറയാം. ബ്രദർ നീ ആരാണെന്ന് പറയടാ, ഞാൻ സെറ്റാക്കി തരാം. ബ്രദർ, ചേട്ടന്റെ ജോലി വിട്ടിട്ട് വേറെ ജോലി ചെയ്യാൻ പോവാണോ? അങ്ങനെ തന്നെ വിചാരിച്ചു. ഓക്കെ. മോളത്തെ വീട്ടിലെ ടീച്ചർ എന്ത് മാൻ? അവളെയൊക്കെ സെറ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോടാ? വാന്നൊരു വാക്ക് വിളിച്ചെങ്കിൽ പോരില്ലേ? ദോ വിളിച്ചു നോക്ക്, വരുമോ നോക്കാം. ഗുഡ് മോർണിംഗ് മിസ്. അറിയാന്നേ. എന്താടി നീ പറയുന്നേ? അതെ അമ്മ, ഭയങ്കര ഡിസ്റ്റർബൻസാ. എന്റെ അമ്മയുടെ എക്സാം അടുത്ത് വരിക. എന്താ നേരത്തെ എന്നോട് പറയാഞ്ഞത്? എവിടെ അമ്മ വിളിച്ചോണ്ട് പോകുന്നേ? വാ, അതിക്കേറി വാ. അമ്മേ, മോളത്തെ വീട്ടിലെ ആന്റി വന്നിട്ടുണ്ട്. അയ്യോ, കംപ്ലൈന്റ് പറയാൻ വന്നായിരിക്കും. എന്താ വന്ന കാലം നിൽക്കുന്ന? സാരമില്ല. സാറ് വീട്ടിലില്ലേ ചേച്ചി? അദ്ദേഹം പുറത്തു പോയിരിക്കുക. എന്താ കാര്യം പറഞ്ഞോളൂ. ഒന്നുമില്ല. എന്റെ മോളെ എപ്പോഴും ഒരു ചെറുക്കൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് ശല്യപ്പെടുത്തുക. ഇതാരോടാ പറയേണ്ടതെന്നറിയില്ല. അദ്ദേഹമാണ് ഈ സ്ഥലത്തുമില്ല. അതാ നിങ്ങളുടെ മോനോട് പറഞ്ഞ ആ ചെറുക്കനെ ഒന്ന് ഉപദേശിക്കാന്ന് വിചാരിച്ചത്. ബസ് സ്റ്റാൻഡിലാണോ? അമ്മേ, ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം. അമ്മ അതേക്ക് വയ്ക്കോ. അനിയൻ കുഞ്ഞ്, നീയാണോ? എടത്തി, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അടിപിടിക്കൊന്നും പോയില്ല. ഇത്തവണ പിള്ളേരെ വിട്ട് ഡീൽ ചെയ്യാം. അടുക്കളയിൽ എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ട്. പോയി നോക്ക്. വേണ്ടടാ, പോ അമ്മേ പ്ലീസ്. മോളെ, പ്രശ്നം ഉണ്ടാക്കുന്ന പയ്യനോട് ഞാൻ നിന്റെ വീട്ടുകാരനാണെന്ന് പറഞ്ഞായിരുന്നോ? എന്താ നീ വീട്ടുകാരനോ? അല്ല, ഹൗസ് ഓണറാണെന്ന് ഉദ്ദേശിച്ചത്. ഇല്ല. അതാവൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആന്റി, പ്രശ്നം ഉണ്ടാക്കുന്ന പയ്യൻ ആരാണെന്ന് കാണിച്ചു തരാൻ പറ. ബാക്കി ഞാൻ നോക്കിക്കോളാം. മലരെ, ചേട്ടനെ വിളിച്ചോണ്ട് പോയി അവനെ ഒന്ന് കാണിച്ചു കൊടുക്ക. എന്താ ആന്റി, ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. എന്തു പറ്റിയ നീയാ? അല്ല, ഇയാളോട് എന്നെ ചേട്ടാന്ന് വിളിക്കാൻ പറയുന്നു, നിങ്ങൾ എന്നെ അനിയാന്ന് വിളിക്കുന്നു. ആ റിലേഷനിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. അത് ശരിയല്ലേ? അങ്കിളിനെ കൂട്ടിക്കൊണ്ടുപോയി അവനെ കാണിച്ചു ചേട്ടൻ മതിയായിരുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്താ മോനെ? ഒന്നുമില്ല ആന്റി. മോളെ, വെയിറ്റ് ചെയ്യ. ശിവകുമാർ റെഡി ആയിട്ട് വരാം. മോളെ, നീ വെയിറ്റ് ചെയ്യ, ഞാൻ ബാഗ് എടുത്തോണ്ട് വരാം. ആന്റി ഇരിക്കേ.
പറയടാളിയാ പാർട്ട്ണറെ ഒരു ചെറിയ പ്രശ്നമുണ്ടടാ. ദേ ആ ചെക്ക് ഷർട്ട് ഇട്ടവനാ. അവനാണോ? ശരി, നീ നടന്നു. എന്താടാ ഇത്? SMS അയച്ചാലും മറുപടി ഇല്ല, ഫോൺ ചെയ്താലും എടുക്കത്തില്ല. എങ്ങനെയാടാ ഇവിടെ ഒന്ന് വശത്താക്കി നമുക്കൊന്ന് അല്ല, പ്രേമിക്കാൻ കിട്ടുക? തലക്കുളം പോകുന്ന ബസ് അളിയാ, ഇതുവരെ വന്നില്ല. നീ കേൾക്കുന്നുണ്ട് അളിയാ? ഹലോ, ഇങ്ങോട്ടൊന്ന് നോക്കുന്നേ. എന്താ ഒരു മൈൻഡ് ഇല്ലാത്ത? എന്താടാ? ഇല്ല, പാവപ്പെട്ട പിള്ളേരല്ലേ? നീ മുന്നേ പോയാ എന്റെ ആളുടെ മുന്നിൽ നീ ഹീറോ ആവും, ഞാൻ സീറോ ആവും. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ മുന്നേ പോട്ടെ. കേറി പോടാ. താങ്ക് യു. എന്തിനാ ഈ ബിൽഡപ്പ്? ഇതൊന്നും ഗൗരവമൊന്നും വേണ്ട കേട്ടോ. ഹലോ ബ്രദർ, നിന്റെ പേരെന്താ? രാജേഷ്? ഞാൻ ഒരു മണിക്കൂർ തിരിച്ചു വിളിക്കാം. ബാലു. പേരൊക്കെ കൊള്ളാം, പക്ഷെ നിന്റെ ക്യാരക്ടർ ശരിയല്ലല്ലോ. മനുഷ്യന് ക്യാരക്ടറാണ് ഇമ്പോർട്ടന്റ്. അനിമൽസിന് സൗന്ദര്യം ഉണ്ടോ, പക്ഷെ ബുദ്ധി ഉണ്ടാവില്ല. പാൽഗോവ കാണാൻ കൊള്ളായിരിക്കും, പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ പല്ല് വേദന വരും. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ വായി നോക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാലേ പലയിടത്തും കയറി. പെമ്പിള്ളേര് ഈ വഴക്കുണ്ടാക്കുന്ന കണ്ടാ ചിലപ്പോ തല ഇറങ്ങി വീഴും. നിങ്ങൾ പോകുന്നില്ലേട്ടാ? ഞാനങ്ങനെ പോവാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ ചിലപ്പം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. കുറച്ച് കൂടുതലായിട്ട് പ്രതികരിച്ചു പോകും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചത്തെന്ന് വരും. പിന്നെ പോലീസ് സ്റ്റേഷൻ, കോടതി എന്നൊക്കെ പറഞ്ഞ് അലയേണ്ടി വരും. അതിന്റെ ആവശ്യമുണ്ടോ? ചേട്ടാ, ഞാൻ വിശ്വസിച്ചു. നോക്ക്, കാണുന്ന പെണ്ണിനെയൊക്കെ ഭാര്യയായിട്ട് കാണാൻ പാടില്ല, മനസ്സിലായോ? എന്റെ സ്വഭാവം ശരിക്കും നിനക്ക് അറിഞ്ഞൂടാ. അവള് പോയി. എവിടെ? എങ്ങോട്ടാ പോയത്? ആ ടൈലറിന്റെ കടയിരിപ്പുണ്ട്. ഇത് ആദ്യമേ പറഞ്ഞൂടായിരുന്നു. എത്ര ഡയലോഗ് വേസ്റ്റ് ആയി. ഒന്നുമില്ല ബ്രദർ, ആ മലർ ടീച്ചറുടെ പുറകെ നടക്കുന്ന നിർത്തിയേക്ക്. അവൾക്കത് ഇഷ്ടമല്ല. ടീച്ചറിന്റെ മാറ്റർ ആണോ? അത് നീയല്ല പറയേണ്ടത്, അവരാ പറയണ്ടേ. അപ്പോ അവരൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നീ വിട്ടേക്കോ? അതെങ്ങനെയാ? അവക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്രദർ. എടാ, ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ടോർച്ചർ ചെയ്യാൻ പാടില്ല. ഹലോ ചേട്ടാ, വേഗം വിട്ടോ, കാറ്റ് വരട്ടെ. നീ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ കേൾക്കും. കയ്യൊക്കെ മടങ്ങുന്നടാ. ഇത് കാഴ്ചക്കുള്ള കയ്യാ, അത് കളിക്കുന്ന കയ്യാ. നീ കളിക്കളയാ. ചേട്ടാ, ഒരു ചായ എടുക്ക. എഴുന്നേറ്റ് പോടാ. നിങ്ങളെ ശ്രദ്ധിക്കണ്ട, പിള്ളേരുടെ കളിയല്ലേ. നിന്നെ ആട്ടിക്കടാ അവനെ. ഷർട്ട് എന്തിനാടാ കീറിയത്? വഴക്കുണ്ടാക്കിയ കീറാത്ത ഷർട്ട് എവിടെയാ ഉള്ളത്? എടാ, മുറിവേറ്റ കൈ ഒന്ന് കാണിച്ചേ. ഈ വർഷത്തെ അവാർഡ് നിനക്ക് തന്നെയാടാ. മോളെ, വഴക്ക് കഴിഞ്ഞു, വെളിയിൽ വാ. മോളെ, പയ്യന്മാരെ എണീക്കുന്നതിന് 4 മാസം ആവാം, നടക്കുന്നതിന് 6 മാസം ആവാം, ഓടുന്നതിന് 9 മാസം ആവാം. റൈമിങ്ങിൽ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. ആ ടൈമിങ്ങിൽ അടിച്ചിട്ടുള്ളത്. ഇനി ആ പിള്ളേർ തന്നെ ടോർച്ചർ ചെയ്യില്ല. ഇനി എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നോക്കിക്കോളാം. താങ്ക്സ്. ദയവേത് നിങ്ങളും എന്റെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യരുത്. എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി പ്ലീസ്. അവാർഡ് മിസ്സായി.
സിംഹക്കൽ രവിയുടെ കോറിയ 60 അടിക്ക് പെർമിഷനുള്ളൂ. 300-400 അടിയോളം തോണ്ടിക്കഴിഞ്ഞു. ദിവസം ഇതുപോലെ 3-4 പേര് മരിക്കുന്നുണ്ട്. ഇനി ആരാ ഞങ്ങളെ രക്ഷിക്കാനാണ്? ഇത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി പണം കൊടുത്ത് ഒതുക്കുക. ഒന്നുമില്ല, കുട്ടികളുടെ ക്യാരക്ടർ അറിയാൻ വേണ്ടി ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. എന്താ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം. രാത്രി 12 മണി, ഒരു ബസ് സ്റ്റോപ്പ്, 3 പേര് നിൽക്കുന്നുണ്ടാവും. ഒരു സുന്ദരിയായ പെണ്ണ്, നിന്റെ ജീവൻ രക്ഷിച്ച കൂട്ടുകാരൻ, വളരെ സീരിയസ് കണ്ടീഷനിൽ ഒരു പ്രായം ചെന്ന മുത്തശ്ശി. നിന്റെ വണ്ടിയിൽ ഒരാളെ കയറ്റാൻ പറ്റൂ. ആരായിരിക്കും കയറ്റുക? സൗന്ദര്യമുള്ള പെണ്ണ്, ഉറ്റ സ്നേഹിതൻ, ജീവൻ പോകുന്ന കണ്ടീഷനിലെ മുത്തശ്ശി. ആ, ഒന്നുമില്ല, ഫ്രണ്ടിൻ്റെ അടുത്ത് വണ്ടി കൊടുത്തിട്ട് മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ ആക്കാൻ പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ രാത്രി മുഴുവൻ വെയിറ്റ് ചെയ്ത് ലൈഫ് പാർട്ട്ണറെ പിക്കപ്പ് ചെയ്യും. സമ്മതിച്ചടാ. ബേസിക് ആയിട്ട് ഞാൻ ഭയങ്കര ബ്രില്യൻ്റ്. നിനക്കിത് ഓവറായിട്ട് തോന്നുന്നില്ലേ? എന്തൊരു കഷ്ടം. അത് സേതുവല്ലേ? തന്നെ അറിയില്ല. അതെല്ലോ. ഏതാ പെണ്ണ്? കരയാതെ കരയാതെന്ന് പറഞ്ഞില്ലേ? അമുത സേതു സ്നേഹിച്ചിരുന്ന പെണ്ണ. അവളുടെ വീട്ടുകാരൻ നിർബന്ധിച്ച് വേറൊരുത്തനോട് കെട്ടിച്ചു വിട്ടു. അമ്മു, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ട് എനിക്ക് ഫോൺ ചെയ്യും. ധൈര്യമായിട്ട് പോകും. അമുത, വേറെ ബിൽ എന്തുണ്ട് വിശേഷം? സുഖാണ് ശിവ. ശരി, വരട്ടെ. എന്താടാ പ്രശ്നം? ഭരണി എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവനാ. അവന്റെ അമ്മ തളർവാദം പിടിച്ച് കിടക്കുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവേണ്ടി വന്നു. പേടിക്കണ്ടമ്മേ, വേഗം ശരിയാവും. അത്രയും കാലമായിട്ടും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതിന്റെ ഇടയിൽ എന്റെ കല്യാണം കഴിഞ്ഞു. അതിനിടയ്ക്ക് അവന്റെ അമ്മയ്ക്ക് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും മരിക്കുകയും ചെയ്തു. അമ്മയുടെ മരണത്തിന് ശേഷം ഒരു ദിവസം അവൻ എന്നെ തേടി ഹോസ്പിറ്റലിലേക്ക് ഇത് വന്നു. ശരിക്കുള്ള സമയമെന്ന് എനിക്കറിയാം, പക്ഷേ ഈ കാര്യം എൻ്റെ അമ്മയുടെ മരണത്തിന് മുമ്പ് പറയണമെന്ന് വിചാരിച്ചതാ. അപ്പോഴത്തേക്ക് നിന്റെ കല്യാണമായി. നിനക്ക് എൻ്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റുമോ? എനിക്ക് നിന്നെ വേണം. പെട്ടെന്ന് അവൻ അങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചേയില്ല. ഞാൻ അവനെ വഴക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. അതിനുശേഷം അവൻ എന്നെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് വന്ന് വളരെ മോശമായിട്ട് പെരുമാറി. അവന്റെ ടോർച്ചറിങ് സഹിക്ക വയ്യാതെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് വീട് മാറി. എന്നാ അവനെ പറ്റി നീ എന്തിനാ ചിന്തിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്ക്. ഒന്നുകിൽ ഈ വീട് വിട്ട് നീ എന്റെ കൂടെ വരണം, ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കയറി താമസിക്കും. നിനക്കിനി 3 ദിവസത്തെ സമയമുള്ളൂ. അതിനുള്ളിൽ തീരുമാനിച്ചോ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അവന്റെ കൈയും കാലും ഓടിച്ച് 6 മാസം കിടക്കുമ്പോഴേ അറിയുള്ളൂ അതിന്റെ വേദന എന്താന്ന്. മണ്ടത്തരം പറയാറാ, കൊന്നുകളയോമാര്. എടാ, മറ്റുള്ളവരെ കൊല്ലുന്ന അവരുടെ ജോലി തന്നെ. ഇതൊന്നും നമുക്ക് വേണ്ട. പേടിച്ചു തൂറിയ പോലെ സംസാരിക്കാതെ. അമുതേ, ഞാൻ കല്യാണം കഴിച്ചെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുമോ? ന്യായം പറയുന്നു. 7 വർഷം സ്നേഹിച്ചതാ, ചത്ത് കളയുമെന്ന് പറയുന്നത്. അത് ഞാൻ കണ്ടു നിൽക്കണമെന്നാ? നിന്നെ അവന്മാർക്ക് അറിയാലോ. അവനടിച്ച അതോടെ മാറ്റർ അവസാനിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും രവി നിന്നെ അന്വേഷിച്ച് വരും. അത് മനസ്സിലാക്ക. അടിച്ചു തരാന്ന് അറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. നോക്കുമോനെ, ഒരു ജോലിയാകുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ കാര്യം പറഞ്ഞു വലുതാക്കണ്ട. പൊയ്ക്കോ. നന്ദു, ഇതിനു മുമ്പ് സാർ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ടെൻഡർ പോലും സാർ ആർക്ക് കൊടുക്കാൻ പറയുന്നു അവർക്ക് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ദിവസവും 4 പേര് അവിടെ മരിച്ചു വീണോണ്ടിരിക്കുക. ദൈവത്തെ ഓർത്ത് ഈ ഒരു കാര്യത്തിന് എന്നെ കമ്പൽ ചെയ്യരുത്. മോനെ, നമുക്ക് 150 ബസ് ഓടുന്നുണ്ട്. അതിൽ ആക്സിഡന്റിൽ 3-4 പേര് ദിവസവും മരിക്കുന്നുമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് വണ്ടി ഓടിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? റൂൾസ് ഒക്കെ ഉള്ളത് തന്നെയാ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഇവനെ കൊണ്ട് ഞാൻ ഇവന് വേണ്ടി മരിച്ചവന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപ അധികം കൊടുത്തേക്ക്. സാറേ, എന്താ സാറേ ഇത്? ഞാൻ ജീവന്റെ കാര്യം പറയുമ്പോൾ സാർ പണത്തിന്റെ കാര്യമാണ് പറയുന്നത്. മരിച്ചവരുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ ഭാര്യമാരുടെ മക്കളെയൊക്കെ എനിക്കൊരു കുടുംബമുണ്ട് സാറേ. അവരുടെ മരണത്തിൽ ഞാനെന്താ സന്തോഷിക്കണോ? ഇതാ നോക്ക് സാർ, എന്തായാലും ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങളുടെ കരിങ്കൽ കോരിയൊക്കെ പൂട്ടിയേക്ക്. സാറേ, വേണ്ട സാറേ, വേണ്ട സാറേ, അടിക്കരുത് സാറേ, വേണ്ട. പുറത്തു പോകാൻ പറയുന്നോട് എന്തിനാ വെറുതെ സംസാരിച്ച് വഷളാക്കുന്നേ? വാ, വരുന്നേ, വാ വാ, ഇങ്ങോട്ട് വാ. പൊയ്ക്കോ സാർ.
പറയാമേ. ശ്രീദേവി ഗർഭിണിയാ, കൺഫേം ആയിടാ. വീട്ടിലേക്കൊരു പുതിയ ജീവൻ വരുന്നുവെന്ന് സന്തോഷിക്കേണ്ട സമയത്ത് എൻ്റെ മകൻ ഏതോ ഒരു രാജ്യദ്രോഹിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങി വന്നതോർത്ത് സങ്കടപ്പെടുക. സഹിക്കാൻ കഴിയുന്നില്ല. എന്നാ ഒന്നുണ്ട്, ഇങ്ങനെയുള്ള സമയത്താ നമ്മളും അറിയാതെ തെറ്റിലേക്ക് വഴുതി പോകുന്നത്. നീ ഒരിക്കലും അങ്ങനൊരവസ്ഥ ഉണ്ടാക്കി വയ്ക്കരുത്. നന്നായിട്ട് ആലോചിക്കുക. നിനക്ക് ഏത് ശരിയെന്ന് തോന്നുന്നോ അത് ചെയ്യുക. മധുരയ്ക്കടുത്ത് മേലൂർ എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന NK ഗ്രാനൈറ്റ് എന്ന സ്ഥാപനം സർക്കാർ നിയമങ്ങൾക്ക് വിപരീതമായി ഗ്രാനൈറ്റ് കല്ലുകൾ മുറിച്ചുമാറ്റി. പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ പൊതു താൽപര്യത്തെ മുൻനിർത്തി നാഗരാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനം സർക്കാർ സീൽ ചെയ്തു. ഇതിനെക്കുറിച്ച് നാഗരാജനോട് ഞങ്ങൾ ആരാഞ്ഞപ്പോൾ സർക്കാരിന്റെ അനുമതിയില്ലാതെ വെട്ടുന്ന ഇത്തരം ക്വാറികളിൽ പല തൊഴിലാളികൾക്കും അംഗവൈകല്യവും ജീവഹാനിയും സംഭവിക്കുന്നതായി അറിയുവാൻ കഴിയും. ഈ ഓഫീസറെ നാളെ തന്നെ കൊല്ലണോടാ. ചേട്ടാ, ഇപ്പം ഈ ന്യൂസ് വന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ പോയി കൊല്ലണം. നാളെ കാണാം. ഓക്കെയാ. വരുന്നുണ്ടല്ലേ? ഓടിക്കോ, ഓടിക്കോടാ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, വേഗം വേടാ. ഇതിനെ വേടാ. വേഗം വരാൻ. ഇതുവഴി വാ. സേതു, എടാ സേതു. ചേട്ടാ പോ ചേട്ടാ. അമുത എനിക്ക് മാത്രം വേഗം വാടാ വാടാ. വാ 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 വാ.
ചേട്ടാ ഏയ് കിടന്നു. ആളാരാ? അമിത ഫാമിലി ആയിട്ട് ട്രിച്ചിക്ക് ഷിഫ്റ്റായി. നീ കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ട് വരണ്ട. എന്താണെങ്കിലും ഞാൻ നിന്നെ ഫോൺ ചെയ്തോളാം. എടാ സൂക്ഷിച്ച്. നന്ദു, ഏട്ടാ ആ സേതു ആരാണെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചു. ശരി ഏട്ടാ. ഹലോ ചേട്ടാ, സ്റ്റേഷൻ റോഡ് കഴിഞ്ഞ് ക്രോസ് ചെയ്തോണ്ടിരിക്കുക. കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ചേട്ടാ, നമ്മുടെ ആൾ സ്റ്റേഷൻ റോഡ് ക്രോസ് ചെയ്തു. ഓഫീസറെ ഫോണിൽ വിളിക്കേ. ഹലോ സാർ. ഹലോ ഓഫീസറെ. പറയൂ സാർ. ഇപ്പൊ എന്തിനാ വിളിച്ചെന്നറിയോ? നീ മരിക്കാൻ പോവുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? എന്താടാ ഇത്രയും ഭയങ്കര ശബ്ദം കേട്ടത്? അവൻ ജീവനോടെ ഉണ്ടോന്ന് ചെക്ക് ചെയ്തേക്ക്. ഹലോ, ആശുപത്രിയിലുള്ളത്. ഞാൻ തിരിച്ചു വിളിച്ചോളാം. സർ, മെഡിക്കൽ ഓഫീസർ വരാൻ പറഞ്ഞു. ഒന്ന് വന്നിട്ട് പോ സാർ. വാ, എനിക്ക് ഇതിലൊരു ഒപ്പിട്. നിന്റെ മോൻ കുടിച്ചിട്ടാ വണ്ടി ഓടിച്ചെന്നാണല്ലോ റിപ്പോർട്ടിലുള്ളത്. അവൻ ശരിക്കും കുടിക്കൂടാ. എന്താ ഈ പറയുന്നത് സാർ? എന്റെ മകൻ കുടിക്കുന്ന സ്വഭാവക്കാരനല്ല സാർ. ഏത് മക്കളാ അച്ഛൻ അറിഞ്ഞോണ്ട് കുടിക്കുന്നത്? ഒപ്പിടാൻ നോക്ക് സാർ. എന്റെ മകനെ എനിക്കറിയാം സാർ. കുടിക്കുന്നവനല്ല സാർ. എന്തിനിപ്പോ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കുന്നത്? ഒപ്പിട്ടിട്ട് വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോകും. ഒപ്പിട്. ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. ഇന്നലെ അല്ലേ കോരി മൂടിയത്? ഇന്നല്ലേ അവൻ മരിച്ചത്? വക്കീലെ, ആ രവി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? നമുക്ക് റീപോസ്റ്റ്മോർട്ടം നടത്തണോടാ. അതേടാ, ഞങ്ങൾ തന്നെ ചെയ്തേ. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ മോൻ ചെയ്തത് ന്യായമാണോ? അവൻ കാരണം ഞങ്ങൾക്ക് എത്ര കോടി നഷ്ടമുണ്ടെന്നറിയോ? ഒപ്പിട്ടിട്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ. എന്റെ മോനെ കൊന്നതല്ലേടാ, കൊന്നു കളഞ്ഞു അല്ലേ? ഞാനിതിനൊപ്പിടില്ല, ഒരിക്കലും ഒപ്പിടില്ല. എടാ വാടാ, കോടതി നമുക്ക് കേസ് ഫയൽ ചെയ്യാം. എന്ത്? കോടതി പോകാൻ പോകുന്നു? ഇയാൾ എവിടെ ഒപ്പിടണ്ടേ? ഇവിടെയാ. ഇതാ നിന്റെ കയ്യൊപ്പ്. ഇത് നിന്റെ കയ്യൊപ്പല്ലെന്ന് കോടതി തെളിയിക്കാൻ 10 വർഷമെങ്കിലും എടുക്കും. അതിനുശേഷം നിന്റെ മോന്റെ കേസ് നോക്കൂ. പോടാ, വിളിച്ചോണ്ട് പോ. നിങ്ങളൊന്നും ഒരിക്കലും നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. എന്റെ മോനെ കൊന്ന ഒരാളെ ഞാൻ വെറുതെ വിടില്ല. ഓർത്തോ, വെറുതെ വിടില്ല. ഞാനാ പറയുന്നത്, വെറുതെ വിടില്ല. നിങ്ങൾക്ക് ആൺകുട്ടിയാ ജനിച്ചത്. ഇന്ന് പൂജയുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു പൂജ. മുത്തശ്ശനോട്
മുത്തശ്ശനോടത്തെ മുത്തശ്ശനോടത്തെ ആ ആ ആ ആ മുത്തശ്ശി കൊടുത്തേ. അമ്മയ്ക്ക് കൊടുക്കാം. ഹായ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് കഴിക്കണ്ടേ? ചോക്ലേറ്റ് കഴിക്കണ്ടേ? തന്നെ തന്നെ ഇങ്ങോട്ട് താ. ഏയ് ഏയ് എനിക്ക് ചോക്ലേറ്റ് കഴിക്കണ്ട. മോളെ ചോക്ലേറ്റ് കഴിക്കണ്ട. താ. ശ്രീദേവി കൊച്ചിന്റെ ആഗ്രഹമല്ലേ കൊടുക്കടി. വേണ്ട വേണ്ട. കൊടുക്കത് ഒരു ദിവസത്തേക്കല്ലേ കൊടുത്തേക്ക്. വേണ്ട. ഏയ്, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഏയ്. എന്താ മോളെ 2 ഗ്ലാസ് അരി ഇടുന്നേ? 3 ഗ്ലാസ് ഇട്. ഇപ്പൊ നമ്മൾ 4 പേരിലേ ഉള്ളൂ അമ്മേ. അത് മതിയാവും. ശ്രീദേവി ഇന്ന മോളെ വെള്ളം കുടിക്ക. സാർ, ഇവിടെ നാഗരാജ് എന്ന് പറഞ്ഞ ആളാരാ? എന്താ കാര്യം? ഒരു ഒഫീഷ്യൽ ലെറ്റർ ഉണ്ട് സാർ. ഇങ്ങ് തന്നേക്ക്. ഇത് സർക്കാരിന്റെ ഇന്റിമേഷനാ, നേരിട്ട് കൊടുക്കണം. എൻ്റെ മകൻ മരിച്ചിട്ട് ഇന്നേക്ക് 4 ദിവസമായി. അയ്യോ സോറി സാർ. സാർ ഒപ്പിട്ടാൽ മതി. ബസ്, ട്രാവൽസ്, കരിങ്കൽ കോറി ഇതെല്ലാം അവൻ ബിനാമി പേരിലാണ് നടത്തുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ഈ ന്യൂസ് എൻ്റെ പേപ്പറിൽ പബ്ലിഷ് ചെയ്താണ്ടല്ലോ, നമ്മൾ പേപ്പറിൽ കൊടുത്ത ന്യൂസ് തെറ്റാണെന്ന് പറഞ്ഞ് മാനനഷ്ടത്തിന് അവൻ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യും. അതുമാത്രമല്ല, പോലീസ് റിപ്പോർട്ടിനകത്തും ആക്സിഡൻ്റ് ആണെന്ന് ഒഫീഷ്യലായിട്ടുള്ള രേഖയുള്ള സ്ഥിതിക്ക് ഇത് ഞങ്ങളുടെ പേപ്പറിൽ ഇടാൻ പറ്റില്ല സാർ. മറന്നേക്ക് സാർ. മറക്കാനോ? എങ്ങനെ? ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് മറക്കാൻ പറ്റുമോ? സാർ, ഞാനും എൻ്റെ മകനുമായുള്ള ബന്ധം 35 വർഷം പഴക്കമുള്ളതാണ്. ഇന്നത് ആലോചിക്കുമ്പോൾ ഞാൻ അവനെ പ്രസവിച്ച് എൻ്റെ കയ്യിലേക്ക് കൊണ്ട് തന്നത് ആ നിമിഷം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് സാർ. അവനെ കുത്തി കൊല്ലും ഞാൻ, അത്ര ദേഷ്യമുണ്ട് എനിക്ക്. പക്ഷെ അതിനുള്ള ആരോഗ്യമില്ല എനിക്ക്. സാർ, എൻ്റെ മകന് സംഭവിച്ചതുപോലെ മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ സാർ. ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണം സാർ. ഒരച്ഛൻ്റെ അപേക്ഷയാ. എടാ, അങ്ങോട്ട് എന്താണ് നോക്കുന്നത്? രവിയെ ഞാൻ കൊല്ലാൻ പോവാടാ. എന്റെ ചേട്ടൻ മരിച്ചത് ആക്സിഡന്റ് അല്ലടാ, മേഡറാടാ. കൊന്നതാടാ ഏട്ടനെ. കൊലയോ? ഏയ്, അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ മോനെ കൊന്ന ഒരാളെ ഞാൻ വെറുതെ വിടില്ല. ഓർത്തോ, വെറുതെ വിടില്ല. ഞാനാ പറയുന്നത്, വെറുതെ വിടില്ല. അളിയ, തിടുക്കത്തിൽ ഒരു തീരുമാനം എടുക്കരുത്. അന്ന് നീ സേതുവിനെ അത്ര അഡ്വൈസ് ചെയ്തില്ലേ? നിനക്കറിയാം അവരുടെ സ്വഭാവം എന്താണെന്ന്. സേതുവിനെ പോലെ എടുത്തിയാടി നിന്റെ ജീവിതം കളയരുത്. സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഏതോ നാട്ടിൽ അനാഥനായിട്ട് ജീവിക്കുക, അത് വേണോടാ? വേണ്ടടാ. എന്റെ ചേട്ടനെ കൊന്നതാ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. കൊന്നതാണെന്ന് അറിഞ്ഞതിന് ശേഷം എങ്ങനെയാടാ ചുമ്മാ ഇരിക്കാൻ പറ്റുന്നത്? ഞങ്ങളുടെ കുടുംബം മുഴുവൻ തകർന്നിരിക്കുക. എന്റെ ഇടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന
കുഞ്ഞ് എന്ത് തെറ്റാടാ ചെയ്ത്? നാളെ കുഞ്ഞ് അച്ഛനില്ലാതെ ജീവിക്കണമല്ലോ. അവനെ കൊല്ലണോടാ. എടാ ഒന്ന് മെല്ലെ പറയടാ. നീ അവനെ കൊന്നുകളാ. പക്ഷെ ആരാ ചെയ്തെന്ന് കണ്ടുപിടിക്കാത്ത രീതിയിലായിരിക്കണം. എത്ര ദിവസമായാലും വേണ്ടില്ല, വീട്ടരുത് അവനെ. എന്തിനാടാ അത് ഇതിൽ ഫിക്സ് ചെയ്യുന്നത്? ഇത് ക്യാമറ പോലെയുള്ള ട്രാൻസ്മിറ്ററാ. ഈ ഫോണിൽ നിന്ന് പോകുന്ന എല്ലാ കോളുകളും ഈ ഫോണിൽ റിസീവ് ആവും. എങ്ങനെയെങ്കിലും നീ ഇതിലൊന്ന് നന്ദകുമാറിന് വിൽക്കുകയാണെങ്കിൽ അവൻ സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റും. നീ ആരാ? ആരെ കാണാനാടാ? നന്ദകുമാരേട്ടൻ ഒരു ഫോൺ ചോദിച്ചിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി പോവാ. നന്ദകുമാരേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഫോൺ ചോദിച്ചായിരുന്നോ? ഇല്ലല്ലോ, ഇവിടുന്ന് ചോദിക്കാനാ, ഞാൻ കൊടുക്കാനല്ല കൊണ്ടുവന്നത്. അയ്യോ ചേട്ടാ, ദൈവമേ, വില്ലാളി വീരാ, അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. അമ്പലത്തിൽ പോയി ദേവിയെ കണ്ടിട്ട് അനുഗ്രഹം ചേട്ടന്റെ അടുത്തുനിന്ന് വാങ്ങാൻ വന്നതാ. ചേട്ടാ, മാർക്കറ്റിന്റെ പുറകിൽ ചെറിയൊരു മൊബൈൽ കട തുടങ്ങിയിട്ടുണ്ട്. ഈ നാട്ടിൽ എന്ത് ചെയ്താലും ചേട്ടന്റെ അനുഗ്രഹം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഈ അനിയൻ സന്തോഷം കൊണ്ട് ചെറിയൊരു സമ്മാനം തരിക, ചേട്ടൻ ഇത് വാങ്ങണം. ചേട്ടാ, ഇത് മുഴുവൻ ഇമ്പോർട്ടൻ്റാ. ചേട്ടന്റെ കൈ കൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുത്തേക്കണം. എന്നാ ശരി, ചേട്ടന്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാവണം, അത് മറന്നു പോകരുത്. ഞാൻ പൊക്കോളാം. ഈ മൊബൈലിനെ സംബന്ധിച്ച് പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ്, ടോപ്പ് അപ്പ് എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, ഈ അനിയും കൊണ്ട് തരാം. ശരി ചേട്ടാ, എന്നാ ഞാൻ വരട്ടെ. ശരി വരട്ടെ. അപ്പൊ പിന്നെ വല്യേട്ടനെ കണ്ട സന്തോഷത്തിൽ ചേട്ടന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. നല്ല വിലയുള്ള മൊബൈലാ. മൊബൈൽ പോക്കറ്റ് വെച്ചിട്ട് അനിയന്റെ മനസ്സ് സൂക്ഷിക്കേ. എന്നാ വരട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടോപ്പ് അപ്പ് ചെയ്തേക്കാം. ഏട്ടാ വരട്ടെ, ഏട്ടാ വരട്ടെ. എന്താ കൊടുത്തായിരുന്നോ? കൊടുത്തു. ഇപ്പൊ സിമ്മിട്ട് സംസാരിക്കാൻ തുടങ്ങി കാണും അവര്. ഒരു മിനിറ്റ്. ഹലോ സാർ, മിനിസ്റ്റർ അച്ഛന്റെ ചരമവാർഷികം പ്രമാണിച്ച് കുന്നൂര് പോകുന്നുണ്ട്. ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഇരുവസാറും കൂടെ വന്നാൽ നന്നായിരുന്നു. ശരി സാർ, എന്നാ പോകുന്നത്? വരുന്ന തിങ്കളാഴ്ച അല്ല, അതിന്റെ അടുത്ത തിങ്കളാഴ്ച. ഓ ശരി, ഞാൻ ചേട്ടനോട് പറഞ്ഞേക്കാം. മൊഴിവിള ചോര പറ്റിത്തീരും വരും ഉറക്കം ഇല്ല. മനസ്സിലെ അഗ്നിമല പൊട്ടിലാവയൊഴുകുവാൻ നേരവും കാലവും ഇല്ല. പിടിവള്ളി കിട്ടും വരെ എതിരിട്ട് പൊരുതുവാൻ തലയും പുകച്ചിവൻ നിത്യം. ഇടിമിന്നൽ ഒരു വശം, ഭൂകമ്പം മറുവശം, പോരിന് പുറപ്പെടും നരി. എന്താടാ ഈ സമയത്ത്? എൻ്റെ മനസ്സിലൊരാശയം തോന്നുക. എന്താ പറ. പൈസ കൊടുത്താൽ കൊല്ലുന്നവർ നമ്മുടെ നാട്ടിലില്ലേ, കൂലിക്കൊലയാളികൾ. നിനക്കങ്ങനെ ആരെങ്കിലും അറിയാവോ? അതിന് ഈ സമയത്താണോടാ വരുന്നത്? നിനക്കറിയാവോ അറിയത്തില്ലയോ? പണം ഒരുപാട് ചെലവാവും. പണം പ്രശ്നമല്ലടാ, എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. നമ്മൾ കാണാൻ പോകുന്ന ജംബുലിംഗം തൂത്തുക്കുടിയിൽ വലിയ ആളാ. മധുരയിലെ രവി എങ്ങനെയാണോ അതുപോലെ ഇവിടെ ഇയാള്. നീ വാ. ജംബുലിംഗം ഏത് മുറിയിലുള്ളത്? ചേട്ടാ, ഇവരാത്. നമസ്കാരം.
ഇതൊക്കെയാണ് നടന്നത്. നമ്മളെ പറ്റി പറഞ്ഞിട്ട് വേണ്ടടാ കൂട്ടിക്കൊണ്ടുവരാൻ. പോ. ശരിയേട്ടാ. ചേട്ടാ ഒരു മിനിറ്റ് കൊണ്ട് വന്നേ. പിന്നെ ഈ സിംഹക്കൽ രവിയെ കൊല്ലുന്നത് അത്ര വലിയ മാറ്ററൊന്നുമല്ല. ശരി. ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാലേ ഒരേ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ ചേട്ടൻ ഉപദ്രവിക്കില്ല. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ, ചിറ്റപ്പനാ. അമ്മേ, മൂക്ക് ഏതെല്ലാം മൂക്ക് പോലെ ഉണ്ടല്ലോ അമ്മേ. കണ്ടില്ലേ, നമ്മുടെ മോന. നോക്ക് നോക്കുന്നേ, നമ്മുടെ മോനെ കാണ്. ഈ കേസിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ചെയ്യാൻ പറ്റില്ല അത് പറ. നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ഇത് എന്റെ വീടിന്റെ ആധാരമാണ്. ഇതാ സാർ വീട്. ചേച്ചി സാറിനെ കാണാൻ വന്നതാ. അകത്തുണ്ട് ചെല്ല്. കളി ഇതിൽ 30 ലക്ഷത്തിൽ 5 ലക്ഷത്തിന് കുറവുണ്ട്. ഇത് വാങ്ങിക്കേ, ബാക്കി കാര്യം കഴിഞ്ഞ ഉടനെ തരാം. ദാസേ, ആ 5 ലക്ഷം കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. എവിടുന്നാടാ? മിനിയാന്നാ മൂത്ത മകന്റെ സെറ്റിൽമെന്റ് വന്നത്. അതിൽ നിന്ന് എടുത്തു വെച്ചു. ഓ, കൊടുക്ക. പാർട്ടിയെക്കുറിച്ച് അന്വേഷിച്ചു. മധുരയിലെ വലിയ ടീമാ. ഞാൻ നേരിട്ട് ഇറങ്ങി ചെയ്താ കാര്യം നാട്ടുകാരറിയും. അതുകൊണ്ട് പുതിയ പിള്ളേരെ ഇറക്കി ചെവി അറിയാതെ ഞാൻ ഈ കാര്യം അങ്ങ് തീർത്തു തന്നേക്കാം. അല്ല കാളി, ഇത് നീ തന്നെ ചെയ്താ? എന്നെ നിങ്ങൾ വിശ്വസിച്ച് വന്നതല്ലേ, ഞാൻ തീർത്തു തരാം. സാർ, സെന്റിമെന്റ് ആയിട്ട് ഫോൺ അടിക്കുന്നത് കേട്ടില്ലേ? എടുത്ത് സംസാരിക്കണം സാർ, എല്ലാം നന്നായിട്ട് നടക്കും. ഹലോ. അതെ, ഞാനാ. പറയ. കല്യാണ വീട്ടിൽ പോയായിരുന്നോ? ആ, കല്യാണ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ വിളിച്ചതേ നമ്മുടെ ശിവകുമാറിനെ മുകളിലത്തെ വീട്ടിലെ മലരുമായിട്ട് എന്തോ അടുപ്പമുണ്ട്. ശ്രീദേവി പറഞ്ഞതാ. കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക. വേഗം വരണേ. വന്നേക്കാം. നീ ചീര വാങ്ങുന്നില്ലേ? ഇന്ന് ഉണക്കമീൻ കറിയാ. എന്താന്ന് പറയാ? ഒന്ന് മുകളിലോട്ട് നോക്കേ. എന്താ കാര്യം പറയാ? അകത്തോട്ട് ചെല്ലേ, മനസ്സിലാവും. ആ, അനിയൻ കുഞ്ഞു വാ. അതെ, ഇതാണ് പയ്യൻ. നമസ്കാരം മോനെ. നമസ്കാരം. മലന്റെ അച്ഛനാ. അറിയാം സാർ, ഫോട്ടോ കണ്ടിട്ടുണ്ട്. സാർ എനിക്ക് ഫ്രഷ് ആയിട്ട് വരാം. ശരി ശരി. അമ്മേ. എന്താടാ ഇപ്പൊ എന്റെ കല്യാണത്തിന് എന്താ അമ്മേ ധൃതി? ഒരു വിഷമം നടന്ന വീട്ടിൽ സന്തോഷം നടക്കണം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ മിണ്ടായി. എന്താണ് എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കുന്നേ? എടാ, നീ അച്ഛനോടൊന്ന് തനിച്ച് സംസാരിച്ചു നോക്ക്. എന്ത് സംസാരിക്കണമെന്നാ? അച്ഛാ, എനിക്കിപ്പോ കല്യാണം വേണ്ട, ഞാൻ ഒരുത്തനെ കൊന്നോട്ടെ, എന്നിട്ട് കല്യാണം കഴിച്ചോളന്നോ? പോടാ. കല്യാണം വേണ്ടെന്ന് പറഞ്ഞാ മലറിനും ദേഷ്യമാവും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലടാ. കുന്നൂർ തിരുച്ചി ചക്രപാണ്ഡി ഉത്സവം, തങ്കരിക്കൽ തിയേറ്റർ. ഈ ഒരു വർഷം ഫോളോ ചെയ്തതിൽ ഈ 3 സ്ഥലത്ത് അവനെ കൊല്ലാൻ സൗകര്യമുള്ളത്. അതില് ട്രിച്ചി ചക്രപാണ്ഡി ഉത്സവത്തിൽ അവിടെ പോലീസ് ബന്ധവസ് അധികമായിരിക്കും. അവിടെ റിസ്ക്കാ. തിയേറ്ററിൽ ഇന്റർവെല് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവൻ ബാത്റൂമിൽ പോകും. എന്നാൽ അവൻ്റെ ആൾക്കാർ കോറിഡോറിൽ വെയിറ്റ് ചെയ്യും. ആ, കുന്നൂർ കൊള്ളാടാ. മിനിസ്റ്റർ അയാളുടെ അച്ഛൻ്റെ ചരമവാർഷികത്തിന് എല്ലാ വർഷവും കുന്നൂർ പോകും. രവിയും അയാളെ സംരക്ഷിക്കാനായിട്ട് കൂടെ പോകും. രാവിലെ 6 മണിക്ക് രവിയുടെ ആൾക്കാർ മിനിസ്റ്ററുടെ കൂടെ സെമിത്തേരിയിലേക്ക് പോകും. പക്ഷെ രവി മാത്രം കുറച്ച് താമസിച്ചേ പോകും. അവൻ പോകുന്ന വഴിയിൽ അവനെ തട്ടാം.
ഡേയ് വണ്ടി എടുക്കടാ. നിന്നോടാ വണ്ടി വരടാ. വണ്ടി എടുക്കാൻ പോ. ഏട്ടാ ഏട്ടാ ആരോ ഭരണി, ചർച്ചിലേക്ക് പോകുന്ന വഴി നമ്മളെ ആരോ വളഞ്ഞിട്ടുണ്ട്. ആരാ നിങ്ങൾ അയച്ചത്? ആരാ അയച്ചത്? ചിന്നപ്പെട്ടിക്കാരെ കാളിദാസൻ ഞങ്ങൾക്ക് പണം തന്ന് നിങ്ങളെ കൊല്ലാൻ പറഞ്ഞു. വേറൊന്നും എനിക്കറിയില്ല. ഹലോ, നിന്നോട് അവര് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് പോയില്ല. കാളിദാസനെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ വന്നതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല. ആരെയും കാണുന്നില്ലല്ലോ. എന്നെ ഒന്നും ചെയ്യല്ലേ, വിട്ടേക്ക്. ഇന്ന് കഴിക്കടാ. നീ എന്തിനാ അവന് വാരി കൊടുക്കുന്നത്? വേസ്റ്റ് ആക്കി കളയാ. അതാ വാരി കൊടുക്കുന്നത്. വേറെ എന്തെങ്കിലും വേണോ? മോള് കഴിക്കോളെ. ചെറിയമ്മാവാ, എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ പിള്ളേരുടെ ഫോണെല്ലാം സ്വിച്ച് ഓഫാ. രാജന് ഫോൺ ചെയ്ത് ശരി, കാർ എടുത്തവരെല്ലാം വീട്ടിലേക്ക് പറഞ്ഞേച്ചേക്ക്. ചെറിയമ്മാവാ, ഏതോ പുതിയ പിള്ളേർ നമ്മളെ വളഞ്ഞിട്ടുണ്ട്. റൈറ്റിലെ വൈറ്റ് ഷർട്ടാ? റൈറ്റ് സൈഡിലെ ടേബിള് ചന്ദനക്കുറി തൊട്ട ഫാമിലിയുടെ കൂടെ ഇരിക്കുന്നില്ലേ, അവനാ. ഓക്കെ ഭരണി. ചേട്ടാ ആ വെള്ള ഷർട്ടാ. ചിന്നപ്പെട്ടി കാളിദാസനല്ലേ? നിങ്ങളാരാ? മധുര സിംഹക്കൽ രവി. അച്ഛാ ബെല്ലിച്ചന്റെ ഫോൺ. ഞാൻ പിന്നെ സംസാരിച്ചോളാം മോളെ. ആ കിഴവനാരാ? ആ കിളവൻ ആരാണെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം ഞാൻ വക്കീൽ പറഞ്ഞിട്ടാ ചെയ്തത്. വക്കീലിന്റെ വീട് എവിടെ? ഹലോ ഹലോ. എടാ ദാസ, എത്ര പ്രാവശ്യം ഞാൻ വിളിക്കുന്നു, നീ എന്തിനാ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ? പൊന്നൂരിൽ രവിയെ തട്ടാൻ പോയൊരു കുടുങ്ങിപ്പോയടാ. അതാ ഞാൻ എസ്കേപ്പായി നാട്ടിലേക്ക് പോന്നത്. ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചോളാം, അതുപോലെ. എടാ, എപ്പോഴാ ഇനി നീ വിളിക്കുന്നത്? അതെ, ഫോണിലൊക്കെ പിന്നെ സംസാരിക്കും. അങ്ങോട്ട് വാ, തിരുമേനി വിളിക്കുന്നു. വേഗം വാ. വായിക്കട്ടെ. വായിക്കേ. വരുന്ന 16-ാം തീയതി, അതായത് ഒക്ടോബർ മാസം 16-ാം തീയതി ബുധനാഴ്ച രാവിലെ 10-നും 10:30-ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീ ചിദംബരത്തിന്റെയും ശിവകാമിയുടെയും പുത്രിയായ കുമാരി മലർ എന്ന കുട്ടിക്കും ശ്രീ കല്യാണസുന്ദരത്തിന്റെയും ശ്രീമതി അമുദയുടെയും പുത്രനായ ശ്രീ ശിവകുമാരൻ തമ്മിലുള്ള വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഹലോ, കാളിദാസ് സാറല്ലേ? അല്ല, നിങ്ങളാരാ? ഞാനിന്ന് സിംഹക്കൽ രവിയുടെ കാര്യത്തിന് വേണ്ടി വക്കീൽ മുഖാന്തരം വന്നില്ലേ സാർ? ഞാൻ നിങ്ങളെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? നിങ്ങളുടെ ലോയറെ വിളിച്ചപ്പോൾ അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. കുന്നൂർ മാറ്റർ ഫെയിൽ ആയത് അറിഞ്ഞു കാണുമല്ലോ. അറിയാം സാർ, എന്നാലും വീണ്ടും നിങ്ങൾ എങ്ങനെയെങ്കിലും. എന്താ വീണ്ടും ചെയ്യണമെന്നോ? സാറേ, ഇന്നത്തോടെ എന്റെ ജാമ്യം അവസാനിക്കുക. നാളെ രാവിലെ തിരിച്ച് കോടതി സറണ്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ തിരിച്ചു വരുമെന്ന് എനിക്ക് പോലും അറിയില്ല. നിങ്ങൾ നേരിട്ട് വന്നിട്ട് നിങ്ങളുടെ പണം തിരിച്ചു വാങ്ങിക്കോ. പണം എങ്ങനെ, എവിടെ വന്ന് മേടിക്കാൻ? 8 മണിക്ക് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ വന്ന് വാങ്ങിച്ചോണ്ട് വെക്കും.
ഹലോ ചേട്ടാ. പറയൂ വരണേ. കുന്നൂരിൽ ചേട്ടനെ കൊല്ലാൻ പറഞ്ഞ പാർട്ടി ലൈനിൽ വന്നു. ഇന്ന് രാത്രി 8 മണിക്ക് മാട്ടുത്താവണ ബസ് സ്റ്റാൻഡിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്തായാലും നമ്മൾ അവരെ പിടിക്കും. എന്താടാ? കുന്നൂരിൽ വെച്ച് ഒരു ഗ്യാങ് രവിയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതിന്റെ കാരണക്കാരനെ ഇന്ന് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ വെച്ച് കൊല്ലാൻ പോവുക. അയാൾ മരിക്കാൻ പോകുന്ന അയാൾക്ക് പോലും അറിയില്ല. ഇവിടെ തന്നെ. അയാളെ എങ്ങനെ രക്ഷിക്കണോടാ? എടാ, നമ്മളെ കൊണ്ട് എങ്ങനെ പറ്റൂടാ? അത് എന്നെ പോലെ ഒരാളല്ലേ അയാളും. എനിക്ക് ആരും നോക്ക. മലരാണോ? ശിവയോട് എനിക്ക് തനിച്ച് സംസാരിക്കണം. ഒന്ന് പുറത്തേക്കോ. പ്രധാനപ്പെട്ട കുറച്ച് ജോലിയുണ്ട്. എനിക്ക് പ്രധാനപ്പെട്ട കാര്യം തന്നെയാ പറയാനുള്ളേ. ഒന്ന് പുറത്തു പോ. അല്ല, ജോലിയുണ്ടെന്നേ. പുറത്ത് നിക്ക്. അതല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് ഡെലിവറി കൊടുക്കാനുള്ള. ഞാൻ നിന്റെ ഏട്ടനല്ലേ? നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് ഈ ബഹുമാനം തരുന്നത്. കല്യാണം കഴിഞ്ഞ ഇതുപോലെ. മനസ്സിലായി. വാതിലടച്ച് കുറ്റിയിട്ടു. നടക്കട്ടെ. ഇപ്പൊ എന്തിനാ അവനെ വെളിയിൽ പോകാൻ പറഞ്ഞേ? പിന്നെന്താടാ, എനിക്ക് വേണ്ടി സമയം ചെലവാക്കുന്നതേ ഇല്ല. നിശ്ചയത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ പോട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ പകുതി ഭാര്യയായില്ലേ? പകുതി ഭാര്യ എന്ന് പറഞ്ഞ നിനക്ക് എന്താ വേണ്ടത് ഇപ്പൊ? വേറെ ഒന്നും വേണ്ടടാ. ആനുവൽ എക്സാമിന് മുമ്പ് കുട്ടികൾക്ക് പേടിയൊന്നും വരാതിരിക്കാൻ ഈ മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി എക്സാം ഒക്കെ നടത്തില്ലേ? നമുക്കും അതുപോലെ മാരേജിന് മുമ്പായിട്ട്. മാരേജിന് മുമ്പ്? അതല്ല, ഫസ്റ്റ് നൈറ്റ് എന്ന് വിചാരിച്ച, മാരേജിനെ പറ്റി വിചാരിച്ച ലൈറ്റായിട്ട് ഫിയർ വരുന്നു. കളിയാക്കത പോ. അയ്യോ, കുഴപ്പമുണ്ടാക്കല്ലേ. മനസ്സിലായോ? മനസ്സിലായില്ലേ? മനസ്സിലായി മോളെ. അതിന് ഇനിയും കുറേ ദിവസമുണ്ട്. ചെല്ലേ. പോടോ. അളിയ, ചുറ്റും അവരുടെ ആൾക്കാരാ, സൂക്ഷിക്കണേ. ആ കളവനാ. സാർ, 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 ഞാൻ ഇവിടെ ഉണ്ട്. സാർ, 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 ഞാൻ ഇവിടെ ഉണ്ട്. സാർ, ഇങ്ങോട്ട് നോക്കണം സാർ. ഇറങ്ങടാ, പിടിയവനെ. നിൽക്കണവിടെ. അവിടെ നിൽക്കാൻ. ഞങ്ങളെ പിടിച്ച് പോകാൻ നോക്കുന്നു. പിടിയണവനെ. പിടിയരുത്.
നിക്കണേ നിക്കാൻ നിക്കണേ. അച്ഛൻ അച്ഛാ അച്ഛാ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. നത്തിങ് ടു വറി. പ്രഷർ കുറച്ച് കൂടിയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ശരിയായിക്കോളും. ശരി സാർ. നിങ്ങൾ അയാളുടെ റിലേറ്റീവാ? ഇല്ല, ഞാനും അയാളും തമ്മിൽ ഒരു ബന്ധവുമില്ല. മാർക്കറ്റിൽ ബോധം കിട്ടി കിടന്നതാ. ഇത് അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന സെൽഫോൺ. അയാളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞേക്കെ. വരട്ടെ സാർ. ശരി. സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, അയാളുടെ വീട്ടിലൊന്ന് വിളിച്ച് അറിയിച്ചാൽ. എടാ, എന്തിനാ കള്ളം പറഞ്ഞത്? ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് ആരും അറിയണ്ട. ഈ പ്രായത്തിൽ നിന്റെ അച്ഛൻ ഇതിന് ഇറങ്ങി തിരിക്കണമായിരുന്നോ? എൻ്റെ അച്ഛൻ്റെ മാർഗം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലടാ. ഈ പ്രായത്തിലും പൈസ കൊടുത്തിട്ടാണെങ്കിലും രവിയെ കൊല്ലണമെന്ന് വിചാരിച്ചില്ലേ? ഞാൻ ഇപ്പോഴും അച്ഛനെ ശരിക്കും മനസ്സിലാക്കുന്നത്. മാർക്കറ്റിൽ ബോധം കെട്ട് കിടക്കുകയായിരുന്നു നിങ്ങൾ. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആരോ ആണ് നിങ്ങൾ അഡ്മിറ്റ് ചെയ്തത്. പേടിക്കാൻ മാത്രം ഒന്നുമില്ല. 24 മണിക്കൂർ ഒബ്സർവേഷനിൽ വെക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാ കേട്ടത്. ചെറിയോ വന്നില്ലേ? ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, വന്നോണ്ടിരിക്കുക. ആരാ? വെറും നമ്പറേ ഉള്ളൂ. ഹലോ. എടാ, ഇത് ഞാനാ. കാളിദാസനെ കൊന്നുകളഞ്ഞു. ടിവിയിലെ ന്യൂസ് കണ്ടില്ലേ? നിക്ക്, ഞാൻ വെളിയിലേക്ക് വരാം. ഞാൻ രക്ഷപ്പെട്ടത് ഈശ്വരന്റെ കൃപ കൊണ്ടാ. എന്താണ് ഈ പറയുന്നത്? ഞാൻ അവിടെ ചെന്നടാ.
അവനെ കൊന്ന സ്ഥലത്ത് വെച്ച് എന്നെയും കൊന്നേനെ. നിന്നെ ആരെങ്കിലും കണ്ടിരുന്നോ? അതെ, അവരിൽ ഒരുത്തൻ എന്നെ കണ്ടായിരുന്നു. നിന്നോട് ആരാ അങ്ങോട്ട് പോകാൻ പറഞ്ഞത്? ഞാൻ പിന്നെ എന്താണ് ചെയ്യണ്ടേ? വീട്ടിൽ വെറുതെ ചോറ് കൊണ്ടുകൊണ്ടിരിക്കാനാണോ പറയുന്നത്? വീട്ടിലിരുന്ന വലിയ മോൻ്റെ ഓർമ്മ എപ്പോഴും. പണമെല്ലാം പോയി. എൻ്റെ മോനെ കൊന്നവനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? കിഴവൻ മാത്രമേ ഉള്ളെന്ന് വിചാരിച്ച വേറൊരുത്തം വന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെയെങ്കിൽ രണ്ടുപേരും പ്ലാൻ ചെയ്ത ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ അവർ അച്ഛനെ കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. കിഴവനെ രക്ഷിക്കാൻ വന്നവൻ എന്തിനാ അവന്റെ മുഖം മറയ്ക്കണം? ഒന്നുകിൽ അവന്റെ മുഖം നമ്മൾ കാണരുതെന്ന് വിചാരിച്ച് അവൻ മറച്ചതായിരിക്കും, ഇല്ലെങ്കിൽ അവനെ നമ്മൾ അറിയുന്നവനായിരിക്കണം. അവൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് എനിക്ക് അവനെ തീർത്തേ പറ്റൂ. 30 ലക്ഷം രൂപയും കൊടുത്ത് കൊട്ടേഷൻ പാർട്ടിയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമസ്കാരം ചേട്ടാ. അവന് റെഗുലറായിട്ട് ഗാങ് ഇല്ല. നിങ്ങളോട് വെയിറ്റ് ചെയ്യേ, ഞാൻ പബ്ലിക്. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അവനൊരു സാധാരണ പബ്ലിക്കാണ്. എന്നെ കൊല്ലണമെന്ന് വിചാരിക്കുന്ന പബ്ലിക്. നമ്മൾ കൊന്ന സാധാരണക്കാരുടെ ഒരു ലിസ്റ്റ് എടുക്കുക. എല്ലാ വർഷവും മഹാശിവരാത്രിക്ക് ചിമ്മക്കൽ രവി ഈ ക്ഷേത്രത്തിലാണ് വരുന്നത്. അവൻ ഇവിടെ വച്ചാൽ തീർക്കാൻ പോകുന്നത്. രവി ഈ വഴിക്കാണ് തൊഴുതിട്ട് വരുന്നത്. ഈ മണ്ഡപത്തിന്റെ പിന്നാലെയുള്ള തുരങ്കത്തിൽ കൂടിയാ രവിയെ കൊല്ലാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ആരംഭിക്കുന്ന ഈ തുരങ്കപാത 5 കിലോമീറ്റർ അപ്പുറത്തുള്ള നാഗമലയിൽ അവസാനിക്കുന്നത്. ഈ തുരങ്കത്തിലൂടെ പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് നാഗമലയിലെത്താം. പക്ഷെ റോഡ് മാർഗം പോയാൽ 1.5 മണിക്കൂർ എടുക്കും. ഇതുവഴി ഞാൻ അവനെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ നീ ഇവിടെ കാറുമായിട്ട് വെയിറ്റ് ചെയ്യണം. ശരിയല്ലേ? ഗ്യാങ്സ്റ്റർ ഇല്ലാത്ത പബ്ലിക്കുമായിട്ട് നമ്മൾ മുട്ടിയിട്ട് 11 പേരെ കൊന്നത്. അതിൽ തഹസിൽദാർ, ഗവൺമെൻറ് ഡോക്ടർ നാരായണൻ നമ്പൂതിരി, രമണ കോംപ്ലക്സിൻ്റെ മോൻ, പിന്നെ ആ വെങ്കടേഷ് ഓട്ടോ ഡ്രൈവർ, ചേട്ടൻ്റെ ഫ്രണ്ട് രമേഷ്, ഓഡിറ്റർ ഷൺമുഖം, VRT ഹോട്ടൽ അശോക്, മീരാംബിക കോളേജ് മുത്തു, വളക്കട ഗണേശൻ. ഇവരെയൊക്കെ നമ്മൾ നേരിട്ട് തന്നെ കൊന്നത്. ആക്സിഡന്റ് പോലത്തെ കൊലപാതകങ്ങൾ ഗ്രാനൈറ്റ് ഓഫീസർ നാഗരാജൻ, MLA അനിയ മുത്തു, SI മുരുകൻ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഇതിന്റെ പിന്നിൽ. നീ നേരിട്ട് പോകുവോ അതോ പോലീസിന്റെ സഹായത്തോടെ പോകുമെന്ന് എനിക്കറിയണ്ട. അവരുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ ഇവിടെ കൊണ്ടുവരണം. ചേട്ടാ, മിനിസ്റ്ററിന്റെ PA ലൈനിലുണ്ട്. ഇന്ന് രാത്രി മിനിസ്റ്ററെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. എന്താ മാറ്റർ? കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. കാണാം. ചേട്ടൻ കാണാന്നാ പറയുന്നത്. ശരി, അപ്പൊ സാധാരണ പോലെ തങ്കരികൾ തിയേറ്ററിൽ സെക്കൻഡ് ഷോയ്ക്ക് വരാൻ പറ. മിനിസ്റ്ററും അവിടെ എത്തും. ശരി സാർ, വന്നേക്കാം. ഒരു ചെറിയ എൻക്വയറിക്ക് വേണ്ടിയാ നാളെ രാവിലെ 10 മണിക്ക് കമ്മീഷൻ ഓഫീസ് വരെ ഒന്ന് വരണം. കമ്മീഷണർ ഓഫീസിലോ? എന്തിനാ ഏതിനാന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കമ്മീഷൻ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് നേരിട്ട് പറഞ്ഞതാ. നാളെ കാലത്ത് അങ്ങോട്ട് വന്നേക്ക്. നിങ്ങൾക്ക് വേറൊരു മകനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അയാളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നേക്ക്. പാടോ. അടുത്ത് ഇനി ആരുടെ വീട്ടിലാണോ പോകാനുള്ളത്? വൃന്ദാവനം കോളനിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ വെങ്കടേഷ്. സാർ പറയൂ സാർ. നന്ദു, നിങ്ങൾ തന്ന ലിസ്റ്റ് പ്രകാരം എല്ലാ ഫാമിലി അറിയിച്ചു. എല്ലാവരും നാളെ രാവിലെ 10 മണിക്ക് കമ്മീഷണർ ഓഫീസിൽ എത്തുമെന്നാണ് പറഞ്ഞു. ശരി സാർ, ഞാൻ ചേട്ടനോട് പറഞ്ഞേക്കാം. ചേട്ടാ, നമ്മൾ ഇവിടുത്തെ ലിസ്റ്റ് പ്രകാരം എല്ലാവരെയും ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന്. നാളെ എല്ലാവരും കമ്മീഷൻ ഓഫീസിൽ വരും. അളിയ, നീ എന്നെ വിളിച്ചായിരുന്നോ? ഇപ്പൊ എവിടെയാ ഉള്ളത്? തിയേറ്ററിലാ. എടാ, ഞാൻ നിന്നോട് പോരുമെന്ന് പറഞ്ഞല്ലേ? നിനക്കെന്താ വട്ടാണോ? അമ്പലത്തിലെല്ലാം പ്ലാൻ ചെയ്തിട്ട് റിസ്ക് എടുത്ത് എന്തിനാ തിയേറ്ററിൽ പോയത്? നാളെ എന്ത് നടക്കുമെന്ന് ആർക്കാടാ പറയാൻ പറ്റുന്നത്? നമ്മൾ കാത്തിരിക്കുന്ന ഓരോ നിമിഷവും അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എൻ്റെ പേടി. അതുകൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇല്ലെങ്കിൽ അമ്പലത്തിൽ നോക്കാം. ദേ നോക്ക്, നിന്റെ മുഖം ഒരു കാണാതിരിക്കുന്നത് വരെ നിനക്ക് അവരെ പിന്തുടരാൻ പറ്റും. അതുകൊണ്ട് ആവശ്യമില്ല നീ. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഹലോ.
ഏയ് ആരാകത്ത്? അകത്താരെന്ന് ചോദിച്ചു കേട്ടില്ലേ? കഥ തുറക്ക്. കഥക് തുറക്കാൻ പറഞ്ഞ് കേട്ടില്ലേ? എന്താണ് ഇവിടെ? ബാത്റൂം പോയിക്കൊണ്ടിരിക്കുക. പോ. ചേട്ടാ കയറിക്കോ. ഇവനെ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. പേരെന്താ? ശിവകുമാർ. ഏതാ ഏരിയ? KK നഗർ. KK നഗറിൽ എവിടെ? ഗണപതി സ്ട്രീറ്റ്. അവിടുത്തെ പ്രശ്നം അടിച്ചത്? KK നഗറിലെ ഗണപതി സ്ട്രീറ്റേ ഇല്ല. ഞാനും KK നഗറുകാരനാ. എന്നോട് നോണ പറയുന്നു. ഇല്ല ഞാൻ നോണ പറഞ്ഞല്ല. വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. എടാ മുത്തു, കുന്നൂരിലൊരുത്തനെ സംശയിച്ച് നിന്നോട് നോക്കാൻ പറഞ്ഞില്ലേ? അതെ. അവനെ പോലെ ഇല്ലേ? ഇല്ല, നിങ്ങൾ വേറെ ആരോ തെറ്റിദ്ധരിച്ച് ചോദിക്കുമ്പോ പുറകോട്ട് വിടാൻ. ചേട്ടാ ഷർട്ടിന്ന് വിട്. പറയടാ, ഷർട്ടിന്ന് വിട് പ്ലീസ്. വിട് പ്ലീസ്. എന്നെ കൊല്ലാൻ വന്നവനാ, വിടരുവനെ. ഭരണി, അവൻ നമ്മുടെ ഏരിയയിലേക്കാ പോകുന്നത്. ചേട്ടാ, വീശുനാറിലേക്കാ കയറിയിരിക്കുന്നത്. നമ്മുടെ ഏരിയ. ഇനി അവനെ രക്ഷപ്പെടാൻ പറ്റില്ല. അരമണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ആദ്യം നെകളിക്കരുത് കേട്ടോ. പറയളേ. എടാ, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? വീട്ടിലാടാ. ബാലാജി സ്ട്രീറ്റ് വഴി ഒരുത്തം വരുന്നത്, അവനെ ബ്ലോക്ക് ചെയ്യ. നമ്മുടെ സ്ട്രീറ്റിലോ? അതേടാ, ബ്ലോക്ക് ചെയ്യടാ. നിക്കടാ. അമുത, അമുത, നീ എന്താ ഇവിടെ? നിന്നെ എന്തിനാ അവരെ ഓടിക്കുന്നേ? സേതുവിനെ കൊന്നടാ അവര്. സേതുവിനെ നീ ബസ് കയറ്റി വിട്ട ശേഷം പോലീസ് അവനെ പിടിച്ച് രവിയെ ഏൽപ്പിച്ചടാ. ഭരണി, നിന്റെ കൈകൊണ്ട് തീർക്കാൻ വേണ്ടി അവന്റെ ജീവൻ മാത്രം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വരായേട്ടാ. എനിക്ക് അവനെ അമുതയുടെ മുമ്പിൽ വെച്ച് വേണം കൊല്ലാൻ. അമുത എവിടെയുള്ളതെന്ന് അന്വേഷിച്ചോ? ട്രിച്ചിയിലാണുള്ളത്. പോയി അവളെ പൊക്കിക്കൊണ്ടുപോടാ. അയ്യോ, അദ്ദേഹത്തെ വിട്ടേക്ക്. അയ്യോ, ഒന്നും ചെയ്യല്ലേ. അയ്യോ, വേണ്ട. എന്തിനാ ഇങ്ങനെ? അയ്യോ, അയ്യോ, ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. വേണ്ട, വേണ്ട. അയ്യോ, നിങ്ങൾ എന്തെങ്ങനെ? ഭരണി, പ്ലീസ് ഭരണി, വിട് എന്നെ, വിട്. അയ്യോ, അയ്യോ. അദ്ദേഹത്തെ വിട്ടേക്ക്, വിട്ടേക്ക്. അടിക്കടാ. എന്റെ കൺമുന്നിൽ വെച്ച് അവര് സേതുവിനെ തല്ലി കൊന്നു കളഞ്ഞു.
ഏട്ടാ, ഇവിടെ ഉണ്ട് ഏട്ടാ അവൻ. ശിവ, അവര് നമ്മളെ കണ്ടു. ശിവ, അവര് വരുന്നു. വാ, എഴുന്നേക്ക്, എഴുന്നേക്ക്. ആ. ശിവ, അവരെ വന്നോണ്ടിരിക്കുന്നു. ശിവ, അടുത്ത തറയി. എണീക്ക്. വാ, ശിവ. എണീക്ക് ശിവ. അമൃത, നീ ഇവിടുന്ന് പോ. പൊയ്ക്കോ. പോ, പോയി രക്ഷപ്പെട്. ശിവ, സാരമില്ല. ശിവ, വണ്ടി നിർത്ത. നന്ദു, കമ്മീഷണർക്ക് ഫോൺ ചെയ്യാം. നന്ദു,
ആരാടാ നീ? നിനക്ക് എന്തിനാടാ എന്നോട് ഇത്ര വൈരാഗ്യം? ഞാൻ ആരാണെന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിന് മാത്രം നിന്നെ കൊന്നതായി പോവും. നീ നിന്റെ ലൈഫിൽ എത്ര പേരെ കൊന്നിട്ടുണ്ട്? അത്രയും പേർക്ക് വേണ്ടി ഞാനിത് ചെയ്തതാവട്ടെ. ഇപ്പോഴും നിന്നെ ഞാൻ ജീവനോടെ വിട്ടിട്ട് പോകുന്നത് നിന്റെ മരണം നീ അറിയണം. അതിനു വേണ്ടിയാ. എന്നെ ഒന്ന് രക്ഷിക്കടാ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഹലോ പോലീസ് സ്റ്റേഷൻ. കഴിഞ്ഞ 20 ദിവസങ്ങളായി കാണാതായ സിംഹക്കൽ രവി എന്ന വ്യവസായ പ്രമുഖന്റെ ജഡം
പോലീസിന്റെ തീവ്രമായ അന്വേഷണങ്ങൾക്കൊടുവിൽ നാഗമലയിൽ നിന്നും 15 കിലോമീറ്റർ അകലെ ഒരു കിണറ്റിൽ അഴുകിയ നിലയിൽ കണ്ടെത്തി. അജ്ഞാതനായ ഒരു വ്യക്തിയുടെ ഫോൺ സന്ദേശത്തെ തുടർന്നാണ് പോലീസിന്റെ അന്വേഷണം അങ്ങോട്ടേക്കെത്തിയത്. ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. തമിഴ്നാട്ടിലും കേരളത്തിലുമല്ലാതെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് പല വ്യവസായങ്ങളും ഉണ്ടെന്നാണ് അറിയുവാൻ സാധിച്ചത്. ബിസിനസ് പരമായ തർക്കമായിരിക്കാം ഒരുപക്ഷെ മരണകാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. കുറ്റവാളികളെ കണ്ടെത്തുന്നതിനായി സർക്കാർ ഒരു പ്രത്യേക സ്ക്വാഡിനെ തന്നെ നിയമിച്ചിരിക്കുന്നു. അവർ ഇതിന്റെ പ്രാഥമിക അന്വേഷണത്തിനായി മധുരയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നീ ഫ്രണ്ടിന്റെ അടുത്ത് 3 ലക്ഷം കടം പുള്ളിയെടുത്ത് വാങ്ങിയിട്ടില്ല. പിന്നെ ആരാ നിനക്ക് ഇത്രയും പൈസ തന്നെ? ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അച്ഛാ അച്ഛാ, ഒരു മിനിറ്റ്. എന്താടാ? എന്താത്തേക്കോ അച്ഛാ. കല്യാണത്തിന് 3 ലക്ഷം രൂപ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തത്. ബാക്കി പണം ഇതിൻ്റെ അകത്തുണ്ട്. എന്നെ അറിയിക്കാതെ അച്ഛനും മോനും എന്താ രഹസ്യമായിട്ട് സംസാരിക്കുന്നത്? അച്ഛന്റെ മകന്റെ ഇടയിൽ അങ്ങനെ 1000 കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. മോനെ ശിവ, ഇങ്ങ് വാ. എന്താ അച്ഛാ? ഇങ്ങ് വാ. എന്താ അച്ഛാ? അമ്മേ, അവിടെ എന്താ നടക്കുന്നത്? അതാ എനിക്കും മനസ്സിലാവാത്തെ. കൊച്ചിനെങ്ങതാ? എന്തിനാ കൊച്ചു കരയുന്നത്? അച്ഛനും മോനും തമ്മിൽ ഒരു രഹസ്യം പറിച്ചില്ല. അതെങ്ങനെ പലതും ഉണ്ടാവും. എങ്ങ് വാ. ഇനി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പാടില്ലേ? എന്തിനാ കരയുന്നേ?